Good morning. Welcome all of you to this session. ഇന്ന് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ ടോപ്പിക് അല്ലേ കോംപ്ലക്സ് നമ്പേഴ്സ്. ആക്ച്വലി അത് നമ്മുടെ NCERT ബുക്കിലൊക്കെ വളരെ കുറച്ചായിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ ഇരിക്കുന്നതെന്ന്. എങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സ് ഡിഫറെൻറ്റ് ഫോംസ് ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പറയുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒമേഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഒമേഗ ഓർക്കുന്നുണ്ടല്ലോ, ക്യൂബ് റൂട്ട് ഓഫ് 1. പിന്നെ വന്നത് ലോക്കസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കങ്ങനെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് അതിൽ നിന്നൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോംസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ക്യാൻ യു സേ ഹൗ മെനി ഡിഫറെൻറ്റ് ഫോംസ് ഫോർ എ കോംപ്ലക്സ് നമ്പർ? ഒരു കോംപ്ലക്സ് നമ്പറിന് എത്ര ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് എന്ന് നമുക്കറിയാമോ? ഹൗ മെനി ഡിഫറെൻറ്റ് ഫോംസ് ഫോർ എ കോംപ്ലക്സ് നമ്പർ? എത്ര എണ്ണം ഉണ്ട്? നമ്മളത് മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞ ഒരെണ്ണം പഠിക്കുന്നുണ്ട്. മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം Z is equal to the most standard form of a complex number. Z is equal to A plus IB. A real പാർട്ടും B ഇമാജിനറി പാർട്ടും ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇതേ കോംപ്ലക്സ് നമ്പർ തന്നെ വി ക്യാൻ റെപ്രസെൻറ്റ് ഇൻ ആൻ ആർഗൻ പ്ലെയിൻ. ഒരു ആർഗൻ പ്ലെയിനിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് ആണ് A, B. Say A, B. The point corresponding to this one. നമ്മൾ ആ ഒരു പോയിൻ്റ് ആയിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യും ഇൻ ദിസ് കോംപ്ലക്സ് പ്ലെയിൻ ഓർ ആർഗൻ പ്ലെയിൻ. ആർഗൻ പ്ലെയിൻ സാധാരണ ക്വാഡ്രന്റ് പ്ലെയിൻ തന്നെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ആർഗൻ പ്ലെയിൻ. എക്സ് ആക്സിസിലും വൈ ആക്സിസും കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും അറ്റ് എ ഡിസ്റ്റൻസ്. അതിൻ്റെ മോഡുലസ് ഡിസ്റ്റൻസ് ആണ്, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ മോഡുലസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഒക്കെ അറിയാം. ദിസ് ഈസ് ഫസ്റ്റ് ഫോം ആൻഡ് ദിസ് വൺ ഇസ് എ സെക്കൻഡ് ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഇനിയുണ്ടല്ലോ ഇതേ ഫോം തന്നെ നമുക്ക് ഒരു പോളാർ റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ, ട്രിഗണോമെട്രിക്കൽ ഫോം. Z is equal to A plus IB and that is equal to R into cos theta plus I sin theta. ഈ ഫോമിന് വിളിക്കുന്ന പേരെന്താണ്? ഇത് നമ്മളതിൻ്റെ തേർഡ് ഫോമാണ്. ഈ ഫോമുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫോമിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. Z is equal to R into cos theta plus I sin theta. R എന്നുള്ളത് മോഡുലസ് വാല്യൂവും തീറ്റ എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡുമാണ്, ആർഗ്യുമെൻറ്റുമാണ്. കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇറ്റ് മേക്സ് ദ മോഡുലസ് ലൈൻ മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇതിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത്. നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതുകൊണ്ടല്ലോ നാലാമതൊരു ഫോം ഉണ്ടല്ലോ. വാട്ട് ഈസ് ദാറ്റ്? ദ ഫോർത്ത് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പർ ഇസഡിനെ തന്നെ ഈ മോഡുലസ് ആർ ഇൻറ്റു ഇ റൈസ്ഡ് ഐ തീറ്റ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇ റൈസ്ഡ് ഐ തീറ്റ ആരാ? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓയിലർ ഇക്വേഷൻ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന, അല്ല നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഓയിലർ ഇക്വേഷൻ ആണത്, ഓയിലർ ഇക്വേഷൻ. അപ്പോൾ ഇത് ഒരു ഫോമാണ്. നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് നമ്പർ ആർ ഇ റൈസ്ഡ് ഐ തീറ്റ എന്നൊക്കെ നമുക്ക് എഴുതാം. ഇനിയുണ്ടല്ലോ ഒരു ഫോം മോഡുണ്ട്. ഒരു ഫോം മോഡല്ല, നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്കൊരു വെക്ടർ ആയിട്ട് വേണേലും ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ സിമിലർ ടു ദ 1 plus I എന്നുള്ള കോംപ്ലക്സ് നമ്പർ ആയിരുന്നെങ്കിൽ 1 എന്നുള്ള പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് നിന്നേനെ. അപ്പോൾ ഒറിജിനിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊരു വെക്ടർ വരച്ചാൽ ഈ കോംപ്ലക്സ് നമ്പർ Z is equal to 1 plus I നമുക്ക് ഏത് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം? വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ വേണമെങ്കിൽ ഒരു വെക്ടർ A എന്നിരിക്കട്ടെ. ഒരു വെക്ടർ ആകുമ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡും അതിനൊരു ഡയറക്ഷനും ഉണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് വാല്യൂ ആയിരിക്കും. ഡയറക്ഷൻ എന്നുള്ളത് ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പറിലേക്ക്, ആ പോയിൻറ്റിലേക്ക് നമുക്ക് അതിൻ്റെ ഡയറക്ഷനും എടുക്കാം. ഓൾസോ ദിസ് വൺ മേക്സ് ആൻ ആംഗിൾ തീറ്റ ദാറ്റ് ആർഗ്യുമെൻറ്റ് തീറ്റ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത്
5 1 2 3 4 5 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ പറഞ്ഞു. ഇതിനെ നമുക്ക് വെക്ടർ ഫോം എന്ന് പറയാം. സോ 1 2 3 4 5. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളിതിനെ മാറ്റിയെടുക്കുമ്പോൾ ഈ സാഹചര്യങ്ങൾ ഒരു ക്വസ്റ്റിനകത്ത് വരുമ്പോൾ സംശയിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിഫറെൻറ്റ് ഫോംസിനെ പറ്റി ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. 5 ഫോം ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 1-2 തിയറംസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1-2 തിയറംസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഏതായിരുന്നത്? ഒരു ഡിമോവിയസ് തിയറം പറയുന്നില്ല, ഡിമോവിയസ് തിയറം അല്ലേ? ഏതാണത്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ പവർ n ഈക്വൽ ടു, എല്ലാവർക്കും അറിയാം അത്, കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ അല്ലേ? കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ നമ്മളിതും പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ചില പ്രോബ്ലംസ് ഈ ഡിമോവിയസ് തിയറമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഫോമുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡിമോവിയസ് തിയറവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു ഒമേഗ കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ടല്ലോ. എന്താണ്? നമ്മുടെ റൂട്ട്സ് ഓഫ് യൂണിറ്റി വെച്ച് 1/1/3 നമ്മൾ 1 ഒമേഗ സ്ക്വയർ ഈ വാല്യൂ കൊണ്ട് 1 നാച്ചുറലി 1 ആണ്, ഒമേഗയും ഒമേഗ സ്ക്വയറും ആണ് ബാക്കി 2. ക്യൂബ് റൂട്ട് ആകുമ്പോൾ നമുക്കറിയാം 3 റൂട്ട്സുകൾ വേണം, സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2 റൂട്ടുകൾ വരണം. ഇപ്പം നമ്മളൊരു നമ്പറിനെ സ്ക്വയർ ചെയ്താൽ ഒരെണ്ണേ കിട്ടുള്ളൂ, പക്ഷേ റൂട്ട്സ് എടുക്കുമ്പോൾ എണ്ണം കൂടും. അപ്പോൾ ഇത് ആരൊക്കെയായിരുന്നു? 1 - 1 + i√3 ഡിവൈഡഡ് ബൈ 2 ആൻഡ് -1 - i√3 ഡിവൈഡഡ് ബൈ 2. ഇനിയും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയാണ് 1 ഒമേഗ സ്ക്വയർ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. കോംപ്ലക്സ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, കോംപ്ലക്സ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആകുമ്പോൾ ഒമേഗ സ്ക്വയർ വരുള്ളൂ. ഒരെണ്ണം റിയൽ ആയിരിക്കും. ഏത് നമ്പറിൻ്റെ ഏത് റൂട്ട് എടുത്താലും ഒരെണ്ണം റിയൽ ആയിരിക്കും. ഒരു റിയൽ വാല്യൂ നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് റൂട്ടുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, 1/1/4 നിങ്ങൾക്ക് അറിയാമോ? Can you say what is 1/1/4? Anyone of you? 1/1/4 വല്ല ആൻസറും ഉണ്ടോ കയ്യിൽ? ഒരെണ്ണം 1, ഇറ്റ്സ് വെരി ക്ലിയർ അല്ലേ? ഒരെണ്ണം -1 ആണ്, ബാക്കി 2 നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന വാല്യൂസാണ്. ഒരെണ്ണം i ആണ്, ഒരെണ്ണം -i ആയിരിക്കും. i⁴ 1 അല്ലേ? നമ്മൾ പറയുന്നത് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് i⁴n ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. i⁴n ഇതൊരു ക്വസ്റ്റിനകത്തൊക്കെ ഇടയ്ക്ക് വരാറുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത് 4 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇനി ഐയുടെ റൂട്ട്സ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ക്യൂബ് റൂട്ട്സ് ഓഫ് i, ക്യൂബ് റൂട്ട്സ് ഓഫ് -i, ഏതായാലും അതുകൂടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. -i ഒമേഗ -i ഒമേഗ സ്ക്വയർ, അതാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് i വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതിനെ റിലേറ്റ് ചെയ്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളത്. പിന്നെ നമുക്ക് വന്ന 1-2 കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഏതായിരുന്നു? ലോക്കസ് റിലേറ്റഡ് ആണ്. ലോക്കസ് അതായത് നമ്മൾ പഠിച്ച സ്ട്രെയിറ്റ് ലൈന്, സർക്കിൾസ്, കോണിക് സെക്ഷൻ, ഇവയൊക്കെ നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡിസഡ് ഈസ് ഈക്വൽ ടു 1. ഇതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? മോഡിസഡ് ഈസ് ഈക്വൽ ടു 1 കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? കുറേ കോംപ്ലക്സ് നമ്പേഴ്സ്, അതിൻ്റെ കൺസെപ്റ്റ് മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആയിട്ടുള്ള ഡിഫറെൻറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് വളരെ സിമ്പിൾ അല്ലേ? മോഡുലസ് ഇസഡ് 1 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു സർക്കിളിലല്ലേ കിടക്കുള്ളൂ, റേഡിയസ് 1 ആയിട്ടുള്ളത്. കാരണം നമുക്കറിയാം മോഡിസഡ് എന്ന് പറയുന്നത് √(x² + y² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് x² + y² ഈക്വൽ ടു 1. x² + y² ഈസ് ഈക്വൽ ടു 1 ഈസ് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ സർക്കിൾ. അപ്പം ഇത്രയും കോംപ്ലക്സ് നമ്പേഴ്സ് ഈ സർക്കിളിൽ കിടക്കുന്നത്, റേഡിയസ് 1 ആയിട്ടുള്ള
അത്രയും കോംപ്ലക്സ് നമ്പേഴ്സ് ഇസഡിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ സർക്കിൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ മോഡ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് വൺ ഈസ് ഈക്വൽ ടു സേ എ കോൺസ്റ്റൻറ്റ് കിടക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് വേറൊരു ലോക്കസാണ്. ഇവിടെ മോഡ് ഇസഡ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ നമുക്ക് ഈ മോഡ് ഇസഡിനെ മോഡ് ഓഫ് ഇസഡ് മൈനസ് 0 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാമായിരുന്നു അല്ലേ? മോഡ് ഓഫ് ഇസഡ് മൈനസ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ മോഡ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് വൺ ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇസഡ് വൺ സെൻറ്റർ ആയിട്ട് ഒരു സർക്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ? കെ ഇവിടെ നമുക്ക് റേഡിയസ് എടുക്കുകയും ചെയ്യാം. മോഡ് ഇസഡ് ആകുമ്പോൾ റൂട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കിടക്കുന്ന വാല്യൂ കെ സ്ക്വയർ, കെ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് അതിൻ്റെ റേഡിയസ് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മോഡ് ഇസഡ് മൈനസ് ഇസഡ് വൺ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സർക്കിളാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനുകൾക്കകത്ത് കാണപ്പെടാറുള്ളത്. അതുപോലെ റിയൽ ഓഫ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതും ഒരു ലോക്കസാണ്. റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഓൾറെഡി നമ്മൾ കണ്ടതല്ലേ, എ പ്ലസ് ഐ ബിക്കകത്ത് എ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് സപ്പോസ് ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ സിസ്റ്റത്തിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇവിടെ അങ്ങനെ ഒരു എ വാല്യൂ ഉണ്ട്. 1 എ വാല്യൂ, ദിസ് എ വാല്യൂ, ഇവിടെ ഒരു 1 എന്നുള്ള ഒരു റിയൽ വാല്യൂ നമ്മളിവിടെ ഡിനോട്ട് ചെയ്താൽ ഇതിന് ഇപ്പുറത്തേക്കുള്ള സൈഡിലായിരിക്കും, റൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമാജിനറി പാർട്ട് ലൈൻസുകൾ വരാറുണ്ട്, സർക്കിൾസ് വരാറുണ്ട്, എലിപ്സ് ഹൈപ്പർബോളയിലൊക്കെ മൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റയറായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. കൂടുതലും സർക്കിളും ലൈനുകളുമാണ് ലോക്കസ് ക്വസ്റ്റ്യനുകൾക്കകത്ത് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഞാനപ്പോൾ പറയാം. ഒന്ന് ഞാൻ പറഞ്ഞത് മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ഡിമൂവിയസ് തിയറുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മൾ ലോക്കസുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ കോംപ്ലക്സ് ഇക്വേഷൻസ് വരും. കോംപ്ലക്സ് ഇക്വേഷൻസ് ഇപ്പോൾ ഒരു ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു അല്ലെ ഇസഡ് മൈനസ് ഇസഡ് ബാർ അല്ലെ ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു. സോ ലൈക്ക് അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. കോംപ്ലക്സ് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ റൂട്ട്സുകൾ എടുക്കണം. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏതായാലും നമുക്ക് ബേസിക് കൺസെപ്റ്റിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകളിലേക്കൊന്ന് നമുക്കൊന്ന് കടന്നു നോക്കാം. ഇനി വേണ്ടി വരുന്ന തിയറികളൊക്കെ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറുകളിൽ പലപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാറുണ്ട്. എ വാല്യൂ ഓഫ് തീറ്റ for which 2 plus 3i sin theta divided by 1 minus 2i sin theta is purely imaginary. ഇത് ഒന്നുകിൽ പ്യുവർലി ഇമാജിനറി എന്ന് പറയും, അല്ലെങ്കിൽ പ്യുവർലി റിയൽ എന്ന് പറയും. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ബേസിക് ഫോം ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ ബേസിക് ഫോം, മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോമുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം നമുക്കറിയാമല്ലോ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇത് പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞാൽ ഐ ബിയെ കാണുള്ളൂ. ഐ ബി കാണും എന്ന് പറയുന്നതിനെക്കാട്ടിൽ എളുപ്പം എന്താ, നിങ്ങൾക്കറിയാമല്ലോ ഐ ബി കാണുമെന്ന് പറയുന്നതിനെക്കാട്ടിൽ എളുപ്പം എന്താ, ക്യാൻ യു സേ? റിയൽ ഇമാജിനറി പാർട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ക്യാൻ യു സേ? എനി വൺ ഓഫ് യു, നിങ്ങൾ കാണുന്നവരുണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. സിദ്ധാർത്ഥ്, ക്യാൻ യു സേ വാട്ട് ഈസ് ദ അതർ കൺസെപ്റ്റ് ഓഫ് പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റ്, ഈ ക്വസ്റ്റിനെ ഓപ്പൺ ചെയ്യാനുള്ള അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ നമുക്ക് എന്താണ് അടുത്തത് എടുക്കാൻ പറ്റുന്നത്? പ്യുവർലി ഇമാജിനറി പാർട്ട് മാത്രം എടുത്താൽ നമുക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും? ഓക്കെ സിദ്ധാർത്ഥ്, ദാറ്റ്സ് ഫൈൻ. As if Siddharth, okay, that real part is 0. That is the turning point for solving this question. അല്ലെങ്കിൽ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റിനും സോൾവ് ചെയ്യാനുള്ള ടേണിംഗ് പോയിന്റ് ഇതാ. പ്യുവർലി ഇമാജിനറി മീൻസ് ഇറ്റ്സ് റിയൽ പാർട്ട് ഈസ് 0.
അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് എടുത്താലോ, ഇങ്ങനെ നേരെ കിടക്കുന്ന ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ 2 + 3i sin തീറ്റ ഡിവൈഡഡ് ബൈ 1 - 2i sin തീറ്റയാണ്. ഇതിൻ്റെ റിയൽ പാർട്ട് എങ്ങനെ എടുക്കുന്നത്? നേരെ നിങ്ങൾ കയറി 2 എന്നങ്ങ് എടുത്താൽ മതിയോ? അപ്പോൾ for taking the real part of this one, we must convert this one into the most standard form. ഇതിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റണം? മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം a + ib ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന റിയൽ പാർട്ട് നമുക്ക് 0 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴത്തേൻ്റെ ഒരു കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 + 2i sin തീറ്റ ബൈ 1 - 2i sin തീറ്റ. സോറി, 1 + 2i sin തീറ്റ തന്നെ മൾട്ടിപ്ലൈയിങ് വിത്ത് ദ കോഞ്ചുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. ആർക്കെല്ലാം ആൻസർ കിട്ടിയോ? എനിവൺ ഇഫ് യു ഗോട്ട് ദ ആൻസർ ഫോർ ദിസ് വൺ? ഇത്രയും സമയമൊക്കെ മതി അതിന് ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റുമോ? ഇനി ഇത് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് ഇത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. കാരണം റിയൽ പാർട്ട് 0 ആണെങ്കിൽ റിയൽ പാർട്ട് ഒരു റാഷണൽ ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ വരത്തുള്ളൂ. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഒരു റാഷണൽ ക്വാണ്ടിറ്റി 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്റർ മാത്രം 0 എടുത്താൽ മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടായി വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ന്യൂമറേറ്ററിൻ്റെ റിയൽ പാർട്ട് 0 എന്ന് എടുത്താൽ മതി. ന്യൂമറേറ്ററിൻ്റെ റിയൽ പാർട്ട് = 0 എന്ന് എടുത്താൽ മതി. ന്യൂമറേറ്ററിൻ്റെ റിയൽ പാർട്ട് ഏതാ വരുന്നത്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു 2 വരുമല്ലോ. പിന്നെ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇമാജിനറി പാർട്ടാണ്, 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ 2 × 1 ഒരു റിയൽ പാർട്ട്, 3i × iയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i² വന്നൊരു റിയൽ പാർട്ട് വരും. അപ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? 3i 2i - 6i², ദാറ്റ് ഈസ് i² വന്നു മൈനസ് വന്നിട്ട് i × i i² -3 × 2 6, ദാറ്റ് ഈസ് 6 sin square theta is equal to 0. ബാക്കി ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഫൈൻ. ഓപ്ഷൻ 3 സിദ്ധാർത്ഥ്, ശ്രീവിനായക്, ശ്രീലത, ഫൈൻ, ഗുഡ്, ആസിഫ്, ഫൈൻ. യുവർ ആൻസർ ഈസ് കറക്റ്റ്. sin square theta which is equal to 2/6. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടെ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ദാറ്റ് യു ക്യാൻ ഡു. ഓക്കെ, ഫൈൻ. ഇത് നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്യുവർലി ഇമാജിനറി എന്നായിരിക്കാം, അല്ല പ്യുവർലി റിയൽ എന്നായിരിക്കും. ഏതായാലും ഈ ബേസിക് ഫോമിനെ റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കി വെക്കുക. എപ്പോഴും Z = a + ib ഫോമാണ് ബേസിക്. അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കാൻ അതാണ് നല്ലത്, അതിൻ്റെ മോഡൽസ് എടുക്കാൻ അതാണ് നല്ലത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതാണ് നല്ലത്, അതിൻ്റെ വെക്ടർ ഫോം എടുക്കാനും അത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഫൈൻ, ഗുഡ്. So you got the answer. The answer is option 3 is the answer of this question. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഒരെണ്ണം നോക്കാം നമുക്ക്. Z is a complex number of unit modulus and argument theta. Then argument of 1 + z by 1 + z bar. ആർഗ്യുമെൻ്റ് എന്നുള്ള കൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഒരു കോംപ്ലക്സ് നമ്പർ ഒരു ക്വാഡ്രന്റ് പ്ലെയിനിൽ നിൽക്കുമ്പോൾ ദാറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ്. അപ്പോൾ ഇതിനെ നമ്മൾ അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയും. ആർഗ്യുമെൻ്റ് ഓഫ് z. ആർഗ്യുമെൻ്റ് ഓഫ് z എന്നുള്ളതിനെ നമുക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ആർഗ്യുമെൻ്റ് ഓഫ് z - 0 എന്നാണ് പറയുന്നത്. കാരണം ഈ കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതുകൂടെ കണക്ട് ചെയ്ത് വെക്കുന്ന വെക്ടർ, ആ ഫസ്റ്റ് ഈ കോംപ്ലക്സ് നമ്പർ ഇതുകൂടെ കണക്ട് ചെയ്തേക്കുന്ന വെക്ടർ x ആക്സിസുമായിട്ട് എത്രമാത്രം ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് തീറ്റ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആർഗ്യുമെൻ്റ് ഓഫ് 1 + z by 1 + z bar. നോർമലി നമുക്ക് ഈസി വേയിൽ ഇത് ചെയ്യാം, കുറച്ചുകൂടെ ഷോർട്ടായിട്ടും വേണം ഇത് നോക്കാം. എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഐഡിയ സോൾവ് ചെയ്യാനായിട്ട്?
അപ്പം സാധാരണഗതിക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർഗ്യുമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നൊരു കോംപ്ലക്സ് നമ്പർ കണ്ടാൽ, എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ കണ്ടാൽ അതിൻ്റെ ആർഗ്യുമെൻ്റ് എടുക്കണമെങ്കിൽ സാധാരണ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എടുക്കും, അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് എടുത്ത് അതിൻ്റെ ക്വാഡ്രൻറ്റ് തിരിച്ചറിഞ്ഞിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളത് തീറ്റ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ളത് പൈ മൈനസ് തീറ്റ, ഇത് മോഡുലസ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ തീറ്റ എന്ന് നമ്മൾ എടുത്താൽ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തീറ്റ, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രൻറ്റിൽ തീറ്റ മൈനസ് പൈ ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ മൈനസ് തീറ്റ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആർഗ്യുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാറുണ്ട് അല്ലേ? ടാൻ ഇൻവേഴ്സ് ബൈ ബൈ എക്സ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ചോദിച്ചത് എനിക്ക് മനസ്സിലായി സിദ്ധാർത്ഥ്, എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്താൽ ചെയ്യാം, അതാണ് അതിൻ്റെ റൈറ്റ് പാത്ത്, നോ പ്രോബ്ലം, അത് തന്നെയാണ് അതിൻ്റെ റൈറ്റ് പാത്ത്. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്താൽ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു, ഇവിടെ എക്സ് മൈനസ് ഐ വൈ കൊടുത്തു, ആ കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ട് വീണ്ടും നമ്മൾ അതിനകത്ത് നിന്ന് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എടുത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ് പറയണം. പക്ഷേ അത് ചില സമയം എടുക്കും ഇല്ലേ? അതിനകത്ത് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് അസ്യൂം ചെയ്യണം. ഞാൻ പറയുന്നത് നമുക്ക് വേറൊരു ഐഡിയ നോക്കിയാലേ ഉത്തല്ലേ, ഇസഡ് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, കറക്റ്റ്? ഇസഡ് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്നേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് അങ്ങ് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇസഡ് ഈക്വൽ ടു 1 എന്ന് എടുക്കാം, 1 ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ, എല്ലാ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സാണ്. വേണമെങ്കിൽ നമുക്ക് ഇസഡ് ഈക്വൽ ടു 1 പ്ലസ് ഐ എന്ന് എടുക്കത്തില്ലേ? വേണേൽ നമുക്ക് കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു ഐ എന്ന് എടുക്കത്തില്ല. ഏതെങ്കിലും 2-3 എടുത്ത് ചെയ്ത് നോക്കുന്നേ. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ എന്ത് വരുമായിരുന്നു? വാട്ട് ഈസ് ദാറ്റ്? ഇസഡ് ഈക്വൽ ടു ഐ എന്ന് ഞാൻ വിചാരിച്ചു. ഇസഡ് ഈക്വൽ ടു ഐയുടെ ആർഗ്യുമെൻറ്റ് ഇതാ കിടക്കുന്നത്, പൈ ബൈ 2 കിടക്കും അല്ലേ? ഐ നിൽക്കുന്നത് എവിടെയാണ്? ഐ നിൽക്കുന്നത് എവിടെയാണ്? വൈ ആക്സിസ് അല്ല. 2i നിൽക്കുന്നത് എവിടെയാണ്? വൈ ആക്സിസിൻ്റെ മുകളിലേക്കാണ്. മൈനസ് ഐ നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. 1 നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെ. -1 നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെ. സപ്പോസ് ഇസഡ് ഈക്വൽ ടു ഐ ആണെങ്കിൽ നിങ്ങൾ ആ ആർഗ്യുമെൻറ്റ് ഓഫ് 1 പ്ലസ് ഐ, ആർഗ്യുമെൻറ്റ് ഓഫ് 1 പ്ലസ് ഐ ബൈ നമ്മുടെ റിക്വയർഡ് കോംപ്ലക്സ് നമ്പർ ഇതാണല്ലോ, 1 പ്ലസ് ഇസഡ് ബാർ, ഐയുടെ ബാർ ആരാ? 1 മൈനസ് ഐ, 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ. നല്ല പരിചയമുള്ള ഒരു വാല്യൂ അല്ലേ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ? നിങ്ങൾക്ക് നല്ല പരിചയം കാണണമല്ലോ 1 പ്ലസ് ഐ ബൈ. ഓക്കെ ശ്രീലത, ഓക്കെ ഐ ഗോട്ട് ദ ആൻസർ, ദിസ് ഫൈൻ. കിട്ടിയല്ലേ? 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ആരാടോ? ഐ തിങ്ക് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ ആ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ കേട്ടതാണല്ലോ. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ, ഇതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് ഐ സ്ക്വയർ ബൈ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ, ദാറ്റ് ഈസ് 1 പ്ലസ് 1 2, മേളിൽ 2i വരും. 2i ബൈ 2 ഈസ് ഈക്വൽ ടു ഐ അല്ലേ? മറക്കരുത് കേട്ടോ. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഈസ് ഐ ആൻഡ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് മൈനസ് ഐ വരിക്കും. അപ്പോൾ ഈ ഐ എടുത്തതായി കിട്ടിയത് വൈ. അപ്പോൾ എടുത്തത് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് തീറ്റ ആയിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ആൻസർ തീറ്റ വെച്ച് എക്സ്പ്രസ് ചെയ്യണം. സി ദ ഓപ്ഷൻസ് എല്ലാം തീറ്റ റിലേറ്റഡ് ആണ്. കിട്ടിയ ആൻസർ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് എടുത്തപ്പം വീണ്ടും കിട്ടിയതായി. ഐയുടെ ആർഗ്യുമെൻറ്റും എത്ര തന്നെയാണ്? തീറ്റ തന്നെയല്ലേ? അപ്പോൾ എപ്പോഴും ഈ ആൻസർ ആയിരിക്കത്തില്ലേ ഇനി വരേണ്ടത്? ശ്രീലത, യുവർ ആൻസർ ആസ് ഇഫ് സിദ്ധാർത്ഥ 1 എടുത്താൽ മതി, നോ പ്രോബ്ലം. 1 എടുത്തിരുന്നെങ്കിൽ 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 തന്നെ വരും. 1ൻ്റെ കോൺജുഗേറ്റ് ആരാ? 1 തന്നെയാണ്. അത് 1 തന്നെ വരും, നോ പ്രോബ്ലം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ലെങ്ത് എക്സ് പ്ലസ് ഐ ബൈ നമ്മൾ നോർമലി എടുക്കുക. ഇസഡ് എന്ന് കേട്ടാൽ നമുക്ക് എടുക്കാനുള്ള സ്റ്റാൻഡേർഡ് കൺസെപ്റ്റ് ഇത് തന്നെ. ഏത് തന്നെയാണ്? ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി അല്ല എക്സ് പ്ലസ് ഐ വൈ എടുക്കുക തന്നെയാണ്. അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് വേ തന്നെയാണ്, നോ പ്രോബ്ലം. ചില സമയത്ത് നമുക്ക് അത് തന്നെ എടുക്കേണ്ടി വരും. ഇനിയും 1-2 ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ഈ ആൻസർ കിട്ടുമ്പോൾ വി ക്യാൻ ഫോളോ ദ ഷോർട്ടസ്റ്റ് വേ ടു ഫൈൻഡ് ദ ആൻസർ ഓഫ് ദിസ് വൺ. ഓക്കെ, ക്ലിയർ? ദ ആൻസർ ഈസ് തീറ്റ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ലീസ്റ്റ് വാല്യൂ ആയിട്ട് റിലേറ്റഡ് ആണല്ലോ. ഇഫ് ഇസഡ് ഈസ് എ കോംപ്ലക്സ് നമ്പർ,
If Z is a complex number such that modulus Z എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, modulus Z is greater than or equal to 2. 2 കൂടുതലുള്ള modulus of Z. അപ്പോൾ 2 കൂടുതൽ എന്തും ആകാം, 2 ആകാം, 3 ആകാം, അങ്ങോട്ട് ഏതും ആകാം. Then the minimum value of modulus of Z plus half. Modulus of Z plus half in the min. Any chance? ഇതും പ്രീവിയസ് ഇയറിൽ വന്നതാണ്, സാധ്യതയുള്ള ടൈപ്പാണ്. മിൻ വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ നമ്മളെപ്പോഴും കാണപ്പെടുന്നതാണ്. മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് ഹാഫിൻ്റെ മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു 5/2, ലൈസ് ഇൻ ദി ഇൻ്റർവൽ 1-2, ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 5/2 ആൻഡ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 3/2 ബട്ട് ലെസ് ദാൻ 5/2. ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ചുമ്മാ ഒരു ഓപ്ഷൻ ഗസ് ചെയ്ത് പറഞ്ഞാലും മതി കേട്ടോ. എന്തെങ്കിലും കിട്ടിയോ? Anyone of you got any answer for this one? Modulus Z is greater than or equal to 2. ഇത് ഒരു ബേസിക് കൺസെപ്റ്റ് ഓഫ് മോഡുലസ്. നമ്മൾ ട്രയാങ്കുലർ ഇനീക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് പല ടോപ്പിക്കുകളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്നുണ്ട്, വെക്ടേഴ്സിൽ പഠിക്കുന്നുണ്ട്, പലയിടത്തും നമ്മൾ ഇനീക്വേഷനകത്ത് കാണുന്നുണ്ട് ട്രയാങ്കുലർ ഇനീക്വേഷൻ. ഓപ്ഷൻ 3 ആണോ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 5/2? നമുക്ക് നോക്കാം. പലരും ഓപ്ഷൻ 3 പറഞ്ഞു. സ്നേഹ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 5/2 അതെങ്ങനെയാണ് കിട്ടിയേ? യു നോ ദിസ് ഫോർമുല, മോഡ് ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ഇങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിരിക്കുന്നത്? ഇങ്ങനെ ഏതായാലും കേൾക്കാത്തവരില്ലല്ലോ. ഇതിന് ഇപ്പുറത്തെ സൈഡ് ഏതാണെന്നറിയോ? You know the left side of that inequation? Modulus of mod A minus mod B. ഇങ്ങനെയും കൂടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊരു ലീസ്റ്റ് വാല്യൂ, ഇതതിൻ്റെ മാക്സിമത്തിലേക്ക് എത്താം. ഹയസ്റ്റ് വാല്യൂവിനെ കാണിക്കുന്നല്ലേ. ഇനിയും പറയാമോ ആൻസർ? മോഡുലസ് സോൾവ് ചെയ്യാം, പക്ഷേ മോഡുലസ് സോൾവ് ചെയ്യണം ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് IY ഒക്കെ എടുത്ത് വരുമ്പോഴത്തേന് അതൊക്കെ നമുക്ക് താമസമല്ലേ. ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. പക്ഷേ അതൊക്കെ നമുക്ക് താമസം എടുക്കും. ഇത് നോക്കിക്കേ, ഇവിടെ ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യായിരുന്നേ എങ്ങനെ ചെയ്യാമായിരുന്നു? മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് ഹാഫ് greater than or equal to modulus of Z mod Z minus mod half, that is half itself, that is less than or equal to mod Z plus mod half. നിങ്ങൾ ഇവിടെ നിന്നങ്ങാണ്ടല്ലേ ആൻസർ കയറി പറഞ്ഞേ 5/2 എന്നുള്ള ആൻസർ. പക്ഷേ അത് അപ്പുറത്തെ സൈഡിലല്ലേ, ഐ മീൻ ദ ലാർജസ്റ്റ് വാല്യൂ സൈഡിലല്ലേ അത് കിടക്കണത്. അപ്പോൾ അതല്ലല്ലോ ആൻസർ വരണ്ടേ? ആണോ? അതാണോ ആൻസർ വരണ്ടേ? ഇവിടെ ഒന്ന് നോക്കിക്കേ, മോഡുലസ് ഇസഡിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ 2. അത് കുറയത്തില്ല, അത് കുറയും. അപ്പം ലീസ്റ്റ് വാല്യൂ വരുന്നത് നമ്മൾ ഇങ്ങോട്ട് ഇട്ടാൽ 2 മൈനസ് 1/2 അല്ലേ ഇവിടെ വരുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ സെയിം തിങ് മോഡ് ഓഫ് ഇസഡ് പ്ലസ് ഹാഫ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ ഏത് വാല്യൂ വേണമെങ്കിലും വരും, കാരണം ഇഷ്ടംപോലെ വാല്യൂസ് ഇസഡിന് കിടക്കുകയാണ്, മേളിലോട്ട് പോകുന്നത്. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. അതുകൊണ്ട് ഈ മാക്സിമത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് മിനിമത്തിനെ പറ്റി പറയാം. ഇതിൽ കൂടുതലൊരു വാല്യൂ ഇതിന് വരാൻ പറ്റില്ല. കണ്ടോ, ഇതിലും കുറഞ്ഞ ഒരു വാല്യൂ ഈ മോഡ് ഇസഡിന് വരികയില്ല. അപ്പം നമ്മൾ 2 എടുത്ത് കൊടുത്താൽ എന്ത് വരും ആൻസർ? 2 മൈനസ് 1/2, 4 മൈനസ് 1, 3/2. ആൻസർ ആയല്ലോ, ഇസഡ് പ്ലസ് ഹാഫ്. ഇനി നിങ്ങൾ ആൻസർ പറഞ്ഞു, ഇവിടെ പറയാൻ പറ്റില്ല കേട്ടോ. ദ റൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് വൺ കനോട്ട് ബി ഡിറ്റർമൈൻഡ് നൗ ബിക്കോസ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കൂടുതലുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2. അപ്പോൾ അതിൽ കുറഞ്ഞൊരു വാല്യൂ ഇതിനുണ്ടാവില്ല. മൈ കറക്റ്റ്? സോ വാട്ട് ഈസ് യുവർ ആൻസർ നൗ? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 3/2. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഈ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉള്ള ഒരു പ്രശ്നം.
സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 3/2 എന്നാണ്. 3/2 വരാമല്ലോ. സപ്പോസ് ഇതിന് 2 ആണെങ്കിലോ, മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിലോ, മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിലോ, 4ൻ്റെ ആൻസർ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 3/2 എന്ന് പറയുന്നത് ഈ ഓപ്ഷനേ റൂൾ ഔട്ട് ചെയ്ത് പോവും. അത് നടക്കില്ല. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 3/2 എന്ന് പറയാനേ പറ്റില്ല. പറ്റുമോ? അതെങ്ങനെയാണ് പറ്റുന്നത്? ഗ്രേറ്റർ ദാൻ, ഇവിടെ ഈക്വൽ ടു വരുന്നുണ്ടല്ലോന്നേ. അപ്പോൾ ആ ഓപ്ഷൻ റൂൾ ഔട്ട് ആയില്ലേ. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ എത്രയായിരുന്നു? 3/2. ഇപ്പം നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ലേ. അത് കണ്ടോ, പെട്ടെന്ന് നമ്മളെ ആൻസർ വെറുതെ നമ്മൾ തെറ്റിപ്പോകും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. ഇറ്റ് ലൈസ് ഇൻ ദ ഇൻ്റർവെൽ 1-2. ഇത് ഫൈനലാക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. ശ്രീലത, സിദ്ധാർത്ഥ്, ഓക്കെ. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ മാറ്റി. നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഡോണ്ട് ഫോർഗെറ്റ് ദറ്റ് ബേസിക് ഐഡിയ മോഡ് ഓഫ് എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ഇവിടെ ഈ ഇന്നിക്വേഷൻ തന്നതാണ് നമ്മൾ ഈ 5/2 എത്താൻ തോന്നിപ്പോയത്. പക്ഷേ ഇത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 2 കൂടുതൽ ഏതും വരാം. അപ്പോൾ അതിൻ്റെ ലീസ്റ്റിനെ നമുക്ക് സാധ്യതയുള്ളൂ ഇവിടെ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഫിക്സഡ് ആയിട്ട് തരണമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് മാക്സിമം കണ്ടുപിടിക്കാമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ് കൺസെപ്റ്റ് പ്യുവർലി. ഓക്കെ, ഫൈൻ, ഗുഡ്. അത്രയും നിങ്ങൾ നോക്കിയ, നിങ്ങളത് റെസ്പോണ്ട് ചെയ്ത് വളരെ നല്ല പോലെ നമ്മളതിനെ നോക്കിയിട്ടുണ്ട്. സിദ്ധാർത്ഥ്, ശ്രീലത, സ്നേഹ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആസിഫ്, ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്തതിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൽഫ ബീറ്റ ബിലോങ്സ് ടു സി. കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ദ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x² - x + 1 = 0. ദെൻ ആൽഫ റൈസ്ഡ് 101 പ്ലസ് ബീറ്റ റൈസ്ഡ് 101 അല്ലേ? അല്ല, അത് 107 ആണ് കേട്ടോ. എന്തായാലും ആട്ടെ, അതിൽ നമ്പർ ആണല്ലോ. 101 107 എന്തായാലും നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ ഇതിൻ്റെ റൂട്ട്സ് ആരൊക്കെ ആയിരിക്കും? ഇതിൻ്റെ റൂട്ട്സ് ആരൊക്കെ ആയിരിക്കും? x² - x + 1 = 0 കണ്ടാൽ ആണെങ്കിൽ റൂട്ട്സ് ആരായിരിക്കും? ഓർമ്മയുണ്ടോ? ഓക്കെ, ഓപ്ഷൻ 4. 1 നമുക്ക് നോക്കാം. ഇറ്റ്സ് ഫൈൻ, ഗുഡ്. ഒമേഗ² ആണോ സിദ്ധാർത്ഥേ? ആൻസർ ഞാൻ സമ്മതിച്ചു. ആൻസർ ഒരു പക്ഷേ ഞാൻ എഗ്രി ചെയ്യാം. പക്ഷേ ഒമേഗ² എന്ന് പറയരുത്. കാരണം വേറെ ക്വസ്റ്റിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വരും. ഒമേഗ² റൂട്ടായിട്ട് വരുന്ന ഇക്വേഷൻ x² + x + 1 = 0 കേട്ടോ. ഇതിൻ്റെ റൂട്ട്സ് ആണ് ഒമേഗ² അതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത്. പക്ഷേ x² - x + 1 x² - x + 1 = 0യുടെ റൂട്ട് അതല്ലല്ലോ. അത് നമ്മൾ സോൾവ് ചെയ്താൽ 1 ± i√3 / 2 എന്നല്ലേ വന്നേ. ദാറ്റ് ഈസ് 1 + i√3 / 2 ആൻഡ് 1 - i√3 / 2. നമ്മുടെ ഒമേഗ ആരാ? -1 + i√3 / 2 ആണ്. ഇവിടെ 1 + i√3. ഇത് -ω²ഉം ഇത് -ω ആണ് കേട്ടോ. മറക്കരുത്. ബാക്കി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരുന്ന ടൈപ്പാണ്. ഇത്രയും ആ വാല്യൂസ് 101 ആയിരിക്കണമെന്നൊന്നുമില്ല. അതിനെക്കാട്ടിലൊക്കെ ഇച്ചിരി വലുത് വന്നേക്കാം അല്ലേ? അതെന്നാ കുഴപ്പമെന്നോ സിദ്ധാർത്ഥ്? ഒമേഗ² അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു മൈനസിൻ്റെ പ്രശ്നം വരാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പവർ ഓഫ് ദാറ്റ് വൺ കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ ദ പവർ ഓഫ് ദാറ്റ് വൺ. ഇവിടെ ശരിക്കും നമ്മൾ എഴുതേണ്ടത് -ω അതോ -ω², രണ്ടായാലും കുഴപ്പമില്ല. -ω റൈസ്ഡ് 101 തിരിച്ച് മറിച്ച് ചെയ്താലും അത് കുഴപ്പമില്ല കേട്ടോ. അടുത്തത് -ω² റൈസ്ഡ് 107 ആണ്. ഇങ്ങനെ എടുക്കണ്ട കേട്ടോ. അപ്പം രണ്ടിടത്തും മൈനസ് വരും. നമുക്ക് ആ മൈനസ് ഔട്ട് സൈഡ്, കാരണം ഓഡ് പവേഴ്സാണ് കിടക്കുന്നത് അല്ലേ? ഓഡ് പവേഴ്സ് കിടക്കുമ്പോൾ -1 റൈസ്ഡ് 101 -1 റൈസ്ഡ് 107 ഉണ്ട്. നമുക്കത് പുറത്തെടുത്താൽ പിന്നെ ഒമേഗ റൈസ്ഡ്
101 അതിൻ്റെ അകത്ത് എത്ര ഒമേഗ ക്യൂബ് ഉണ്ട്? ഒമേഗ ക്യൂബ് റേസ്ഡ് എത്ര വരും? ഒമേഗ 33 അല്ലേ? 99 33 അല്ലേ വരുള്ളൂ. പിന്നെ എത്ര ബാലൻസ് വരും? ഇത് 99 വരും. പിന്നെ ഒരു ഒമേഗ സ്ക്വയർ വരും. ഇവിടെ ഒമേഗ സ്ക്വയർ റേസ്ഡ് എത്രയാണ് വരുന്നത്? 214 വരും അല്ലേ? 107 200. അപ്പോൾ ഒമേഗ ക്യൂബ് റേസ്ഡ് നമുക്ക് എത്രയായിരിക്കും വരേണ്ടത് അവിടെ? 70 7 3 21 107 214 അല്ലേ? അപ്പോൾ 71 വരും. അപ്പോൾ 71 3 213. അപ്പോൾ ഒരു ഒമേഗ കൂടെ വരും. ഇങ്ങനെയല്ലേ വന്ന് നിൽക്കുള്ളൂ? ചെയ്ത വിധം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. 7 3 27 3 × 1 3 7 3 21 അല്ലേ? 213. 213 ഒരു ഒമേഗ അവിടെ വരുമ്പോൾ 214 ആവുമല്ലോ. മൈനസ് ഇത് രണ്ടും 1 ആയിപ്പോയി. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. ദാറ്റ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ. ദാറ്റ് ഒമേഗ 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാവുന്ന ബേസിക് റിസൾട്ടാണ്. അപ്പോൾ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ആരാണ്? ഇതിൻ്റെ അകത്ത് നോക്കിയാലേ -(-1) ആൻസർ 1 ആണ്. ഞാൻ ഐ അഗ്രീഡ്. നിങ്ങൾ ആൻസർ 1 പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെന്നാണ്. അപ്പം ആ കൺസെപ്റ്റ് സൂക്ഷിച്ച് ചെയ്തെടുക്കാവുള്ളൂ. ചിലപ്പോൾ ആൻസർ മൈനസിലോ പ്ലസിലോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ, നിങ്ങളത് ചെയ്ത ആൻസറും കൊണ്ടേ പോരാവുള്ളൂ. അവിടെ വേഗമായിട്ട് അപ്ലൈ ചെയ്യരുത്. പെട്ടെന്ന് എഴുതി നമ്മൾ സമയവും കളയരുത് കേട്ടോ. നിങ്ങളത് അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ എത്തിച്ചു പോരും. 2 3 4 10 മിനിറ്റ് പൊക്കോട്ടെ, നമുക്കൊരു ആൻസർ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം. ബിക്കോസ് ഇത് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ അല്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ, പലർക്കും ആൻസർ കിട്ടും. ഓക്കെ ഫൈൻ. സംശയമില്ലല്ലോ. ഏതായാലും നമുക്ക് അടുത്തതിലേക്കൊന്ന് നോക്കാം. ഇതും അതിന് റിലേറ്റഡ് ആണ്. കാരണം നേരത്തെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഈ ഒമേഗ റിലേറ്റഡ് ക്വസ്റ്റ്യൻസേ വരുള്ളായിരുന്നു. ഇപ്പം അവർ ആ ക്വസ്റ്റ്യനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് അതിന് കുറച്ച് ഏകദേശം ആ കൺസെപ്റ്റ് ഇൻവോൾവ് ചെയ്യും. പക്ഷേ അത് കുറച്ചുകൂടെ വേറിട്ട രീതിയിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതൊന്ന് നോക്കിക്കേ. ഇവിടെയും പറഞ്ഞേക്കുന്ന ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x² + 2x + 2 is equal to 0. Then alpha raised to 15 plus beta raised to 15. ആൽഫ റൈസ്ഡ് 15 പ്ലസ് ബീറ്റ റൈസ്ഡ് 15 നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു സാധ്യത നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് എന്തായാലും നമുക്ക് റൂട്ട്സ് കണ്ടുപിടിച്ചാൽ മതി. അന്നേരം നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഐഡിയ സ്ട്രൈക്ക് ചെയ്യും. വാട്ട് ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് വൺ? x² + 2x + 2 is equal to 0യുടെ റൂട്ട്സുകൾ ഇനിയും കിടക്കുന്ന വാല്യൂ 512 - 512 - 256 ആൻഡ് 256. അപ്പം നാച്ചുറലി ഇത് ഒമേഗ റിലേറ്റഡ് അല്ല. 1 + ഒമേഗ + ഒമേഗ സ്ക്വയർ അതൊക്കെ എടുത്താൽ ആദ്യം വലിയ വാല്യൂസ് ഒന്നും വരത്തില്ല. 1 - 1 0 എന്നുള്ള ആൻസേഴ്സ് ഒക്കെ വരുള്ളൂ. ഇവിടെ പക്ഷേ അതല്ല രീതി. അപ്പോൾ മാറ്റിക്കോണം. അതിൻ്റെ ഓപ്ഷൻസ് കൂടെ ഇടയ്ക്ക് വായിച്ചോണം. അപ്പം നമുക്ക് ആ ഫൈനൽ ആൻസറിലേക്ക് ചെയ്യാനുള്ള ഒരു ത്രെഡ്, എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കിട്ടിയാലോ? നോക്കിക്കേ, ഇതിനിട്ട് എന്തെങ്കിലും നടന്നോ നോക്കിയേ. ഇതിൻ്റെ റൂട്ട്സുകൾ ആരൊക്കെയാണ്? ആൽഫ ഈക്വൽ ടു -2 ± √ ഇവിടെ എത്രയാണ് വരുന്നത്? b² - 4ac. അത് നിങ്ങൾ b² 1 - b² 4 - 8 - 4 divided by 2. I think this one 2 cancel and -1 plus I അല്ലേ? -1 minus I. Check these are the roots of this one or not. -1 plus I and -1 minus I. ഇത് നല്ല ടേണിംഗ് വാല്യൂസ് ആണ്. നമുക്ക് നല്ല പരിചയമുള്ള ടേണിംഗ് വാല്യൂസ് ആണ് 1 plus I. അപ്പം നമുക്ക് രണ്ടുപേർക്കും -15 ആണ് പവർ. -1 plus I the whole power 15 -1 minus I the whole power 15. എന്നാൽ ബൈനോമിയൽ തിയറി എടുത്ത് അങ്ങോട്ട് ചെയ്താലോ? എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. -1 plus I raised to 15 -1 minus I raised to 15.
എന്താ ബൈനോമിയൽ എടുക്കാൻ പോവുകയാണോ? ബൈനോമിയൽ എടുത്താൽ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഓഡ് കുറേ ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഈസ് ഇറ്റ് ദ വേ? നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, 1 + i² ഈസ് ഈക്വൽ ടു 2i ആണെന്ന് കേട്ടിട്ടില്ലേ? 1 - i² ഈക്വൽ ടു -2i ആയിരിക്കുകയല്ലേ? നമുക്കിവിടെ ആദ്യത്തേതിനെ ഈ -1 + i -1 + i ആയതുകൊണ്ട് -1 + i ആയാലും -2i, ഇവിടെ 1² i² ഇവിടെ പോയിട്ട് -1 + i² എടുക്കുകയാണെങ്കിൽ 1 - 1 പോയിട്ട് -2i വരും. സ്ക്വയർ എടുത്താൽ സ്ക്വയർ -2i ദ ഹോൾ പവർ 7ഉം ഒരു -1 + iയും കിടക്കും. ക്യാൻ യു ഫോളോ ദിസ് സ്റ്റെപ്പ് എവരിബഡി? ഞാൻ ഈ 15 എന്നുള്ള പവറിനെ -1 + i² ദ ഹോൾ പവർ 7 ഇൻറ്റു -1 + i. കാരണം -1 + iയോ 1 + iയുടെ സ്ക്വയർ എടുത്താൽ ഒരു ചെറിയ വാല്യൂ ആയിട്ട് അത് ഒതുങ്ങും. റൈറ്റ്? 2ab ടേം അല്ലേ വരുള്ളൂ, ബാക്കിയുള്ള ടേം വരില്ലല്ലോ. 1² i² എപ്പോഴും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഇവിടെ വന്നപ്പോൾ ഇവിടെ 2ab ടേം 2 × -1 അത് 2i തന്നെയാണ്. 2i⁻7 ഇൻറ്റു ഇനി നമുക്ക് -1 - i കിടപ്പുണ്ടാവും. Is it clear everybody? പിന്നെ ഇവിടെ ഒരു i⁻7 2⁻7ഉം i⁻7ഉം പുറത്തോട്ടെടുത്താൽ ഇവിടെ 1 - i വരും. ഇവിടെ -1 - i വരും. 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആകെ ഉള്ളത് 2⁻7 ആണ്. i⁻7 എന്ന് പറഞ്ഞാൽ i⁻4 1 അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് i³ അല്ലേ? ഐയുടെ ഡിഫറൻറ്റ്. ശരിക്കും ഐക്ക് എത്ര പവേഴ്സ് ഉണ്ട്? i⁻n എടുത്താൽ ഒന്നുകിൽ അത് i തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത് -1 ആയിരിക്കും, അല്ലെങ്കിൽ അത് -i ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 ആയിരിക്കും. ഇത്രയും വാല്യൂസേ ഉള്ളൂ ഐയുടെ ഏത് പവർ എടുത്താലും. i⁻1 i അല്ലേ? i⁻2 i² -1, i³ -i, i⁻4 ഇത്രയും വാല്യൂസേ ഉള്ളൂ ഐക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് 2⁻7 ഇൻറ്റു -i ഇൻറ്റു 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് -2i വന്നിട്ട് 2⁻7ഉം 2⁻1 ആവുമ്പോൾ 2⁻8ഉം i² പിന്നെ മൈനസും പ്ലസ് വീണ്ടും ഇത് -1 വരും. എനിബഡി ഗോട്ട് ദ ആൻസർ? -256 ഉണ്ടല്ലോ ആൻസർ. -256 ഇതിൻ്റെ അകത്ത്. ഓക്കെ, -256 കിട്ടിയ ശ്രീലത. ഓക്കെ, ഫൈൻ, ഗുഡ്. സിദ്ധാർത്ഥ്, ബാസിത്ത്, ഓക്കെ, അവർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈൻ, ഗുഡ്. എങ്ങനെയുണ്ട്? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നോ? സിമ്പിളായിരുന്നു, പക്ഷേ സൂക്ഷിച്ച് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. എങ്ങനെയാ? ക്യാൻ യു ഫോളോ ദാറ്റ്? ഇസ് ഇറ്റ് ക്ലിയർലി? അപ്പം ഇതിപ്പോൾ ചിലർ പറയും ഇത് കോൺട്രാറ്റിക് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാറ്റിക് ഇക്വേഷനിലെ ആണെന്ന് നിർബന്ധമില്ലേ, എവിടുത്തേലും ആട്ടെ, നമുക്കത് ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ x² + x + 1 = 0 എന്നുള്ള ടേണിങ് ഇക്വേഷൻ ആൻഡ് x² - x + 1 = 0 ആൻഡ് x² + 2x + 2 = 0 ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തതാണ്, ഇത് എവിടെയോ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇത് ബൈനോമിയൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ. ഈ ഹയസ്റ്റ് ഇതുപോലുള്ള പവേഴ്സ് വരുമ്പോഴേ ഓർത്തോണം, അതിനൊരു ലീഡിങ് ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. അത് ഈസി വേയിൽ ചെയ്യാൻ അതിൻ്റെ അകത്ത് ഒരു ത്രെഡ് അതിൻ്റെ അകത്തുണ്ട്. അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. പെട്ടെന്ന് നമ്മൾ പാനിക്കായിട്ട് അതിനെ ഓപ്പൺ ചെയ്യാനൊന്നും ശ്രമിക്കരുത്. ബൈനോമിയൽ വെച്ചൊന്നും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. നമുക്കറിയാം 1 + i² എന്താണ്? 2i ആണ്. 1 - i² എന്താണ്? -2i ആണ്. അപ്പോൾ ഇതിലോട് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് വരുമ്പം അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. അല്ലേ? നമ്മളിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞ
basically പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റഡ് ആയത്. This one something which related to the locus. ലോക്കസുമായിട്ട് ബന്ധമുള്ളതാണ്. Mod Z1 is equal to 9. ഒരു കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറയുന്നത് mod Z1 is equal to 9 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ Z1. രണ്ടാമത് പറഞ്ഞു Z2 minus 3 minus 4i is equal to 4. അപ്പം ആദ്യത്തേത് mod Z1 is equal to 9. രണ്ടാമത്തേത് mod of Z2 minus of 3 plus 4i. ചുമ്മാ ഇങ്ങനെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. is equal to 4. ഇത് ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് the minimum value of Z1 minus Z2 maximum value of Z1 minus Z2 ഒക്കെ വരാം. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലെ ലോക്കസ് ക്വസ്റ്റ്യനുകൾ കിടക്കണം. നമ്മൾ പ്രീവിയസ് ഇയർ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന എലമെൻറ്റ്സ്, ജോമെട്രിക്കൽ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ ഇത്. ഈ ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തേക്കുന്നത്? നിങ്ങൾ പറഞ്ഞില്ലല്ലോ, ആരും പറഞ്ഞില്ലല്ലോ. ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത്? mod Z1 is equal to 9. root of x1 square plus y1 square is equal to 9. So x1 square plus y1 square is equal to 9 square. സർക്കിൾ അല്ലേ? റേഡിയസ് 9 ആയിട്ടുള്ള ഒരു സർക്കിൾ അല്ലേ അത്? റേഡിയസ് 9 ആയിട്ടുള്ള ഒരു സർക്കിൾ. റേഡിയസ് 9 ആയിട്ടുള്ള ഒരു സർക്കിൾ. നമ്മൾ ചുമ്മാ റേഡിയസ് 9 എന്ന് പറയുമ്പോൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇവിടെ 9 ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക തൽക്കാലം. റേഡിയസ് 9 ആണ് കേട്ടോ. ഓക്കെ, റേഡിയസ് 9 ആയിട്ടുള്ള സർക്കിളാണിതെന്ന് മനസ്സിലായോ? മനസ്സിലാവണം, ബേസിക്കാണ്. രണ്ടാമത്തെ സർക്കിൾ തന്നെയാണ്. മോഡുലസ് Z is equal to എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സർക്കിളാണ്, ഫുൾ സർക്കിളാണ്. അപ്പോൾ പാർട്ട് സർക്കിൾ വരുന്ന ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. ഇത് ഫുൾ സർക്കിളാണ്. രണ്ടാമത്തെ Z2 minus 3 minus 4i. 3 minus 4i എന്ന് പറയുമ്പോൾ ഇത് 9 വരെയുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയായിരിക്കും 3 minus 4i വരുന്നത്. 3 4 എന്നുള്ളതല്ലേ സെൻറ്റർ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ x minus 3 the whole square plus y minus 4 the whole square is equal to root of this one is equal to 4 square. ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ. അത് സർക്കിൾ അല്ലേ? അതിൻ്റെ റേഡിയസ് എത്രയാണ്? ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 4. ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 9. അപ്പോൾ 3 4 സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. 3 4 സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾ. ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഒറിജിനിൽ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ ഇത് മൊത്തം എത്ര യൂണിറ്റ് ആയിരിക്കും? 9 യൂണിറ്റ് ആയിരിക്കില്ലേ? ഇത്രയൊക്കെ മനസ്സിലായോ? ഇവിടെ ഒറിജിനിൽ നിന്ന് ഈ സെൻറ്റർ വഴി ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ ഇതിലേക്ക് ഒരു സർക്കിൾ ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും? 9 ആയിരിക്കുമല്ലോ. ഈ 3 4 എന്ന് പറയുന്ന പോയിൻ്റ് ഒറിജിനിൽ നിന്ന് എത്രമാത്രം അകലത്തിലാണ്? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 5 യൂണിറ്റ് അകലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് 4 ആയി, ഇതിൻ്റെ ബാലൻസ് 4 ആണ്. അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ ലോക്കസിനെ എടുത്തിരുന്നെങ്കിൽ അതൊരു സർക്കിളാണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. അപ്പം 4 യൂണിറ്റ് ഉള്ള റേഡിയസ് ഉള്ള സർക്കിൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിവിടെ ടച്ച് ചെയ്തേ പോവുള്ളൂ. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. സോൾവ് ചെയ്യാനൊന്നും പോകരുത്. മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മുടെ മാക്സിമം മിനിമ പ്രിൻസിപ്പിളൊന്നും കൊണ്ടുവന്നേക്കരുത്. കൊണ്ടുവന്ന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയവും നല്ല പേഷ്യൻസും ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ക്ഷമയോടെ ചെയ്താൽ ആ വഴിക്കും കിട്ടും. സിംഗിൾ വേരിയബിൾ ആക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഇവിടെ ഇത് 2 ജോമെട്രിക്കൽ ഫിഗേഴ്സാണ്. ഈ ജോമെട്രിക്കൽ ഫിഗേഴ്സിൽ Z1 എന്നുള്ളത് ഇവിടെ കിടക്കും. Z2 എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് സർക്കിളിൻ്റെ സർക്കംഫറൻസേ കിടക്കും. ഇവർ തമ്മിലുള്ള മിനിമം വാല്യൂ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണുമല്ലോ പലർക്കും.
Siddharth. Okay, Siddharth. Circle touches internally. Okay, fine. ആദ്യമേ പറഞ്ഞത് ആൻസർ ഏതായിരുന്നു? അത് തന്നെയായിരുന്നോ സിദ്ധാർത്ഥേ? ബാക്കിയുള്ളവരൊക്കെ എന്തേ ആൻസറിലേക്ക് എത്തിയില്ലേ? ആസിഫ്. ഓക്കെ ഫൈൻ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? അത് പറഞ്ഞാൽ മതി. ദറ്റ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ ഓർ നോട്ട്. മോഡ് ഇസ് സെഡ് ഈക്വൽ ടു, ഞാൻ ലോക്കസിൻ്റെ പല ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ഇത് 3-4 സെൻറ്റർ ഉള്ള സർക്കിൾ. ഇതൊരു സർക്കിൾ വിത്ത് സെൻറ്റർ 3-4 ആൻഡ് റേഡിയസ് ഇസ് ഈക്വൽ ടു 4. ദിസ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0-0 ആൻഡ് റേഡിയസ് ഇസ് ഈക്വൽ ടു 9. നമ്മൾ സർക്കിൾസ് പഠിച്ചിട്ടുള്ളവരാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസും മാക്സിമം ഡിസ്റ്റൻസും ഒക്കെ നിങ്ങൾക്ക് പറയാം. ഞാനിവിടെ തിരിച്ച് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് Z1 മൈനസ് Z2 ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നോ? ആ ലൈൻ അങ്ങ് നീട്ടി വരച്ചാൽ മതി ഇവിടോട്ട്, അല്ലേ? Is it clear now? Now the answer of this one is option number 1. Okay, that is a question which related to locus. എങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മുമ്പേ പഠിപ്പിച്ച് വന്നപ്പോൾ ഞാനൊരു ഷോർട്ടായിട്ട് പറഞ്ഞായിരുന്നു, ലോക്കസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ബേസിക് ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഒമേഗ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു സംഗതി ആ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു. എന്തായിരുന്നറിയോ? കോംപ്ലക്സ് ഇക്വേഷൻസ് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കോംപ്ലക്സ് ഇക്വേഷൻസ് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇതൊരു കോംപ്ലക്സ് ഇക്വേഷനാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെ കോംപ്ലക്സ് നമ്പേഴ്സിനകത്തുള്ള എലമെൻറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ഇക്വേഷനാണ് എഴുതിയിട്ടിരിക്കുന്നത്. കോംപ്ലക്സ് ഇക്വേഷൻ എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്, ഉള്ള ഇക്വേഷൻ ആയിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത്രയൊക്കെ നീട്ടി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതല്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇത് കാണുമ്പോൾ ഇതൊരു ഇക്വേഷനാണ്, സോൾവ് ചെയ്യേണ്ടതാണെന്ന് നമുക്ക് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ ഫൈൻ. നൗ എന്തേ? Z is a complex number satisfying mod of real of Z plus mod of imaginary of Z is equal to 4. Then mod Z cannot be. Question can be അല്ല, cannot be. ചിലപ്പോൾ നമ്മൾ ക്യാൻ ബി ആണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ചില ക്വസ്റ്റ്യനുകൾ പെട്ടെന്ന് തെറ്റിപ്പോകരുത്. ടെററിസം ടൂറിസം ആകുന്നത് പോലെ. നിങ്ങൾ ആ ടേം ഒരിടത്ത് കണ്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം, അല്ലേ? ടെററിസം എന്നുള്ളത് ടൂറിസം എന്ന് വായിച്ച സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഈയിടെയൊക്കെ മീഡിയയിൽ വന്നേ, ഓർമ്മയുണ്ടോ? അതുപോലെ ഇവിടെ ക്യാനോട്ട് ബി ആണ്, ഇറ്റ് ക്യാൻ ബി അല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സോ ആർ യു ഡൂയിങ് ദ പ്രോബ്ലം? ഒരു റെസ്പോൺസ് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ. എങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? Is it? ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പോകുക. നമ്മൾ വെറുതെ സമയം കളയുന്നതല്ല. നിങ്ങൾക്കത് ക്ലിയർ ആണോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയോ? എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയോ? അസിഫെ, സിദ്ധാർത്ഥെ, ശ്രീലത, ആർക്കെങ്കിലും? സ്നേഹ, ശ്രീ വിനായക്, നിങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ. സിദ്ധാർത്ഥ്, ഓക്കെ. സിദ്ധാർത്ഥ ഓപ്ഷനൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ? ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ 2 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്തത്. അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം. അതെങ്ങനെ ചെയ്തു എന്നുള്ളതല്ലേ നല്ലൊരു ക്വസ്റ്റ്യൻ അത്. സിദ്ധാർത്ഥെ, എങ്ങനെയാണ് സിദ്ധാർത്ഥെ അതിന് കിട്ടിയേ? ഓപ്ഷൻ 2 √7 ബാക്കിയൊന്നും വരത്തില്ലേ? mod x plus mod y is fine. നമ്മൾ മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ
is equal to 4. Yes, fine. And what we have to find? Mod of Z we should find. കണ്ടുപിടിക്കാനുള്ളത് mod Z ആണ്. mod Z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് മോഡുലസ് ഓഫ് റൂട്ട് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് മോഡ് വൈ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. റൂട്ടിനകത്ത് ബാക്കിയുള്ളത് എന്താ ചെയ്യണ്ടേ? അത് കുഴപ്പമില്ല. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു 4 മോനെ ഒരു സർക്കിളായിട്ട് എടുക്കാൻ പറ്റുമോടാ? മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു 4 ആരാന്നറിയാമോ? ഞാൻ പറയാം. മോഡ് എക്സ് പിന്നെ സിദ്ധാർത്ഥ പറഞ്ഞത് കറക്റ്റാണ്, നോ പ്രോബ്ലം. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു 4 എന്നുള്ളത് 4 ലൈൻസാണ്. ഇങ്ങനെ ഇരിക്കും, ഒരു റോംബസ് ആണ്. That is another geometrical construction. Anyway, Siddhartha paranja idea is very good. I appreciate it. It's a very good idea. Because ഈ mod x plus mod y is equal to 4 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരും അതിൻ്റെ ജോമെട്രിയെ പറ്റി ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ജോമെട്രി ഇതാണ്. എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ദിസ് ലൈൻ ആണ്. അപ്പോൾ വേണമെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ ഇത്രയും ഇതിനകത്തൊക്കെ കിടക്കാം. ഇപ്പം ഈ എക്സ് പ്ലസ് വൈ ഈ ലൈനേൽ വേണമെങ്കിലും കിടക്കാം. ഇതിനപ്പുറത്തേക്ക് ഇത് പോവില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ദാറ്റ്സ് ഗുഡ്. ശരിക്കും എക്സ് ആൻഡ് വൈ ഈ ലൈനുകളിലാണ് കിടക്കുന്നത് കേട്ടോ, ഈ ലൈനുകളിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് അപ്പം നമുക്കൊരു ആൻസർ പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാം. അപ്പം ഈ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് ഇത് ഇവിടെയും 2 ആണ് വരുന്നത്. അങ്ങനെയും പറയാം. അപ്പോൾ നമുക്കിതിന് വരണ്ട റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് വരാൻ പറ്റുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് വരാൻ പറ്റുന്ന ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് 8 വരണം. റൂട്ട് 8 വരും. ഇതൊരു ക്വാഡ്രാറ്റിക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. മോഡ് എക്സ് സ്ക്വയർ പ്ലസ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് മോഡ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 4 മൈനസ് മോഡ് എക്സ് എന്ന് ഇട്ടാൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ദ ഹോൾ സ്ക്വയർ 2 മോഡുലസ് എക്സ് സ്ക്വയർ മൈനസ് 8 മോഡുലസ് എക്സ് പ്ലസ് 16 എന്ന് വരും. ഇതൊരു കോൺട്രാറ്റിക് ഇൻസൈഡ് ദ സ്ക്വയർ റൂട്ട് അല്ലേ? കോൺട്രാറ്റിക് ഇത് ഫസ്റ്റ് ടൈം പോസിറ്റീവ് അല്ലേ? കോൺട്രാറ്റിക് ആകുമ്പോൾ ഇതൊരു പാരാബോളിക് ഷേപ്പാണ്. അതിനൊരു ലീസ്റ്റ് വാല്യൂ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ കോൺട്രാറ്റിക്കിന് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ കിട്ടിക്കോട്ടെന്ന് കരുതിയാണ് ഞാൻ ആ വഴിക്ക് പോയത്. അല്ല ഇവിടുന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ദ ലീസ്റ്റ് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് 8 ആയിരിക്കും. നമുക്ക് നോക്കാം. 4ac minus 4 into what is the formula for least value of a quadratic expression? Equation അല്ല, quadratic expression 4ac minus b square divided by 4a അല്ലേ? That is 4 into a 2 into c 16 minus b square 64 divided by 4a 4 into 2 8 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 8 പോയി കഴിഞ്ഞാൽ 16 മൈനസ് 8 റൂട്ട് 8 കേട്ടോ. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഒന്ന് നോക്കിക്കേ, റൂട്ട് 8 ആണ് അല്ലേ? മോഡുലസ് വാല്യൂ റൂട്ട് 8 ആണെങ്കിൽ ഇനിയും ഇതിന് വരാവുന്ന വാല്യൂസ് കനോട്ട് ബി റൂട്ട് 8. ഈ ഇതിൽ കൂടുതലുള്ളത് വരാം, നോ പ്രോബ്ലം. കാരണം ഈ ലൈനിൽ എവിടെയും കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ എഴുതി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഈ 4 ലൈനുകളിൽ എവിടെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെയും കൺസെപ്റ്റ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് എടുത്ത് വെക്കുവാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു ലൈനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 8 ആണ്. റൂട്ട് 8ന് താഴെയുള്ള ഒരു വാല്യൂ ഇതിന് വരാൻ ഒരു കാരണവശാലും പറ്റില്ല. സോ റൂട്ട് 7 ഈസ് ദ വാല്യൂ വിച്ച് കനോട്ട് ബി.
ഓക്കെ സിദ്ധാർത്ഥ്, ശ്രീലത, പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ, ഡയമണ്ട് പോലെ. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെ വേറെ വരുന്നതാണേ. അപ്പോൾ ക്ലിയർ ആണല്ലോ. ദാറ്റ് റൂട്ട് 7 കനോട്ട് ബി ദ മോഡുലസ് വാല്യൂ ഓഫ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടി. നമുക്ക് അടുത്തതിലേക്ക് ഇപ്പോൾ ഇത് ഏതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് വരുന്നതാണ്, വരാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നില്ല, ഈ ടൈപ്പ് വരാൻ നല്ല സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കോ, നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇത് ഏതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പവർ വന്നു, ഒരു കോംപ്ലക്സ് നമ്പറിന് പവർ വന്നു. 3 പവർ ഇട്ടിട്ടുണ്ട്. താഴത്തേതും കോംപ്ലക്സ് നമ്പറാണ്, 3 പവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പവറുള്ള കോംപ്ലക്സ് നമ്പർ ചെയ്യാൻ നമുക്ക് എന്താ ഒരു സംഗതി ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ, ഓർമ്മയുണ്ടോ? പവറുള്ള കോംപ്ലക്സ് നമ്പർ ചെയ്യാൻ നമുക്കൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നത്? ഏത് തിയറം? ഡിമോവിയസ് തിയറം ഓർമ്മയുണ്ടോ? ഡിമോവിയസ് വെച്ച് ചെയ്യാനുള്ളതാണ് ഇത് കേട്ടോ, പവർ വരുമ്പോൾ സാധാരണ. പക്ഷെ നമുക്ക് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റൈസ്ഡ് എന്നിനാണ് നമുക്ക് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എടുക്കാൻ പറ്റുന്ന പവറുള്ള കോംപ്ലക്സ് നമ്പർ. പക്ഷേ ഇവിടെ ആ ഫോമിലല്ലല്ലോ. അവിടെ ഒരു ആവശ്യമില്ലാതൊരു 1 കിടപ്പുണ്ട്, പിന്നെ ഒരു സൈൻ 2π/9 ആ കോംപ്ലക്സ് നമ്പർ അതൊരു സ്റ്റാൻഡേർഡ് ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. അപ്പം ആദ്യമേ തന്നെ അത് തന്നെ കറക്റ്റ്. ആരാ? സിദ്ധാർത്ഥ് യു ആർ കറക്റ്റ്. ഈ സൈനിനെ പിടിച്ച് നമുക്ക് എന്താക്കാം? കോസാക്കി ഇടാം. സൈൻ 2π/9 എന്നുള്ളത് നമുക്കിവിടെ കോസ് π/2 മൈനസ് 2π/9 എന്ന് എഴുതാം. എന്തിനാ ഈ കോസ് കൊണ്ടുവന്നേ? 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, അതാണ് നമ്മുടെ കാര്യം. അപ്പോൾ സൈൻ 2π/9 കോസ് 90 മൈനസ് 2π/9. അവിടെ LCM എടുക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? കോസ് ഓഫ് ഇവിടെ 18 9 4 5 9 മൈനസ് 4 5π/18 വരും. അപ്പോൾ സൈൻ 2π/9 നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഫസ്റ്റ് എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 പ്ലസ് കോസ് 5π/18 അല്ലേ, പ്ലസ് ഐ ഇൻറ്റു, പിന്നെ എന്തിനാ ഈ കോസിനെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്? ആ കോസിനെ കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി എഴുതാം, സൈനിൽ എഴുതാം. സൈൻ π/2 മൈനസ് 2π/9 സിമിലർ ടു ദിസ് വൺ 5π/18 ദ ഹോൾ റൈസ്ഡ് 3. താഴെ ഇതുപോലെ തന്നെ 1 പ്ലസ് കോസ് 5π/18 മൈനസ് ഐ സൈൻ 5π/18. ഇച്ചിരി ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്തോണം. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ കാണുന്നുണ്ട്. ശ്രീലതയുടെ ആൻസർ ഓക്കെ. ആൻഡ് സിദ്ധാർത്ഥ് ഓപ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. -1/2 ഇൻറ്റു നമുക്ക് നോക്കാം, അത് -1/2 √3 ആണെന്ന്. സൂക്ഷിച്ച് ചെയ്യണേ. അറിയാവുന്ന, ഞാൻ മുമ്പേ പറഞ്ഞതാണ് ലോജിക്. അറിയാവുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? 1 പ്ലസ് കോസ് തീറ്റ ടു കോസ് സ്ക്വയർ തീറ്റ/2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോസ് സ്ക്വയർ എത്രയാ? തീറ്റ/2 5π/36 പ്ലസ് ഐ സൈൻ ഇൻറ്റു 2 എടുത്താൽ 2 സൈൻ 5π/36 ഇൻറ്റു കോസ് 5π. ഇച്ചിരി ലെങ്തി ആയിപ്പോയി, ഇത് എഴുതാതെ ഇപ്പം മാർഗ്ഗമില്ല കേട്ടോ. 36 ഡിവൈഡഡ് ബൈ ദ ക്യൂബ്. ഞാൻ ഈ താഴത്തേത് എഴുതാതെ വിട്ടാലോ? ഇവിടെ ഒരു മൈനസ് എല്ലാം വരുള്ളൂ. ക്യൂബ് നമുക്ക് 2
cos 5 pi by 36 outside എടുത്താൽ താഴെ 2 cos 5 pi by 36 outside എടുത്താൽ ബാലൻസ് എന്തുണ്ട്? cos 5 pi by 36 plus I sin 5 pi by 36 raised 3 ഇവിടെ cos 5 pi by 36 minus I sin 5 pi by 36 ഓർമ്മയുണ്ടല്ലോ? ഇതോടെ നമുക്ക് ക്യൂബ് ഉണ്ടേ. ഈ ക്യൂബിനെ കൂടെ നമുക്ക് ഈ മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ -3 വരും. -3 എടുത്ത് മേളിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് cos of 5 pi by 36 plus I sin 5 pi by 36 the whole power എത്ര വരും കുട്ടികളെ? ഈ മൈനസ് ഇവിടെ കൊണ്ട് കൊടുക്കാം നമുക്ക്. cos theta minus I sin theta എന്ന് പറയാം. cos theta plus I sin theta raised -1 ആണ്. അപ്പോൾ ഇവിടെ -3 വരും. ആ -3 എടുത്ത് മേളിൽ കൊണ്ടുപോയാൽ ഇവിടെ 6 വരും. കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഡിമൂവിയർ അപ്ലൈ ചെയ്യണം. 6 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ cos of 5 pi by 6 plus I sin 5 pi by 6 5 pi by 6 എന്ന് പറഞ്ഞാൽ 100 എത്രയാണ്? pi by 6 എത്രയാണ്? 30 ഡിഗ്രി. 30 × 5 എത്രയാണ്? 150 ഡിഗ്രി. 150 ഡിഗ്രി കോസിന് എടുത്താൽ എത്ര വരും? cos 180 minus 60 -1/2 plus I into sin 5 pi by 6 √3/2 അല്ലല്ലോ, തിരിഞ്ഞു പോയില്ലേ? cos 5 pi by 6 എത്രയാണ്? cos 30 വരുന്നത് -√3/2. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്കും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അത് കൊള്ളാമല്ലോ. 5 pi by 6 pi minus pi by 6 pi by 6 cos pi by 6 in second quadrant it is -√3/2 plus I into 1/2. ഇതാണോ നിങ്ങൾ പറഞ്ഞ ആൻസർ എന്നൊന്ന് നോക്കിക്കേ. ഇസ് ഇറ്റ് യുവർ ആൻസർ? ശ്രീലത ഓപ്ഷൻ 1 ആണോ? ഒന്നുകൂടെ കാണിക്കാം. I into 1/2 minus √3/2. ഇപ്പോൾ ഇതിനകത്ത് ഒന്നും പറ്റിയില്ലേ? അങ്ങനെ ഉണ്ടോ ഒരു ആൻസർ? അല്ലേ? ഓപ്ഷൻ 2 -√3/2 plus I into 1/2. യെസ് എക്സാക്ട്ലി -1/2 -√3/2 ഇതല്ലേ വരുന്നത്? ഞാൻ ഓർത്ത് ഇതിനകത്ത് ഇനി ഒരാ ആൻസർ മാച്ച് ചെയ്യത്തില്ല. ഇസ് ഇറ്റ് ആൻസർ ദെൻ? അതെ, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഇപ്പം -√3/2 plus I into 1/2 തന്നെ വരുള്ളൂ. അപ്പം -√3/2 ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -√3/2 plus I into 1/2 -√3/2 plus I into 1/2. ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഒരു I അങ്ങ് ആക്കിയാൽ മതി. ഈ ഓപ്ഷൻ്റെ അകത്ത് ഇത് 1 അല്ല, I -√3/2 plus I into 1/2 I 1/2. ഓക്കെ സിദ്ധാർത്ഥ്? ഓക്കെ √3 minus I. അപ്പോൾ നമുക്ക് അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിട്ട് ഇത് തന്നെ, കാരണം ഇത് രണ്ടോടെ എഴുതേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ആൻസർ -1/2. ഓക്കെ, എനിവേ you write the answer of that one is -√3/2 plus I into 1/2. ഓക്കെ ഫൈൻ, നിങ്ങൾക്കത് കിട്ടിയല്ലോ. ദാറ്റ്സ് വെരി ഗുഡ്. അത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ഡിമൂവിയസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഡിമൂവിയസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, വരാൻ നല്ല സാധ്യതയുള്ള ഒരു ടൈപ്പാണ്. ഇത് തന്നെ വരണമെന്നില്ല, ഇതുപോലത്തെ ഏത് പാലിലും വരാം. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയായിരുന്നോ? കൺഫ്യൂഷൻ ഇല്ലാതെ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, if the four complex numbers z bar minus 2 into real of z and z minus 2 into real of z represents the vertices of a square of side 4 units in the argand plane, then mod z is equal to. Can you try this? കാണുന്നില്ലേ?
ഇസഡ് ഉണ്ട്, ഏതോ ഒരു ഇസഡ് ഉണ്ട്, അതിൻ്റെ ഇസഡ് ബാർ ഉണ്ട്. ഇസഡ് ബാർ മൈനസ് 2 എന്തുണ്ട്? ഇസഡ് ബാർ മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് ബാർ ഉണ്ട്. ഇസഡ് മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ നടക്കുമോ. സിദ്ധാർത്ഥ് ചെയ്യുന്നവരൊക്കെ നോക്കിയേ, സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി. എങ്ങനെയാണ്? ഇസഡ് ഉണ്ട്, ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പം ഇൻ ദിസ് ക്വാഡ്രന്റ് പ്ലെയിൻ വൺ ഓഫ് ദ കോംപ്ലക്സ് നമ്പേഴ്സ് ഇസഡ് എന്നുള്ളത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പം നമുക്ക് ആ പോയിൻറ്റിനെ എക്സ് കോമ വൈ എന്ന് അങ്ങോട്ട് ഇടാം. ഇതൊരു പോയിൻ്റാണ്, എ എന്ന് പിടിച്ചു. രണ്ടാമത്തേത് ഇസഡ് ബാർ ആണ്. ഇസഡ് ബാർ അവിടെ പോയി നിൽക്കും. ഒരു കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ എവിടെ പോയി നിൽക്കും? ഇസഡ് ബാർ അതിന് നേരെ താഴെ വരും. ബി ആയിട്ട് നമുക്കിതെടുക്കാം, എക്സ് മൈനസ് വൈ എടുക്കാം. ഇസഡ് ബാർ മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് ബാർ, അതെന്ത് സംഗതിയാ? ഇസഡ് ബാർ എക്സ് മൈനസ് ഐ വൈ 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് ബാർ, അതെങ്ങനെയാ? 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് ബാർ. അത് കൊള്ളാമല്ലോ, 2x അല്ലേ? അപ്പം എക്സ് മൈനസ് ഐ വൈക്കകത്ത് നിന്ന് 2x പോയാൽ മൈനസ് എക്സ് മൈനസ് വൈ വരും. അത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും, മൈനസ് എക്സ് മൈനസ് വൈ. അത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഇസഡ് മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ്, എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് 2x. സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? എക്സ് മൈനസ് 2x മൈനസ് എക്സ് പ്ലസ് വൈ വരും. അത് നമുക്ക് ഇവിടോട്ട് വിടാം, മൈനസ് എക്സ് മൈനസ് വൈ. These are the complex numbers corresponding to that given. നമ്മുടെ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻസുകൾ ഇവരൊക്കെയാണ്. കിട്ടിയോ? ഇസഡ് ഉണ്ട്, ഇസഡ് ബാർ ഉണ്ട്, ഇസഡ് ബാർ മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് ബാർ ഉണ്ട്, ആൻഡ് ഇസഡ് മൈനസ് 2 ഇൻറ്റു റിയൽ ഓഫ് ഇസഡ് റെപ്രസെൻറ്റ് ദ വേർട്ടിസസ് ഓഫ് എ സ്ക്വയർ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓഫ് സൈഡ് 4 യൂണിറ്റ്സ്, 4 യൂണിറ്റ് അതിൻ്റെ സൈഡ്. ഇത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടത് എന്താ? മോഡിസഡ് ആണ്, മോഡിസഡ് ആണ്. കിട്ടിയോ? ഓപ്ഷൻ 4 കിട്ടിയോ? ഓപ്ഷൻ 4 കിട്ടി, സിദ്ധാർത്ഥിന് കിട്ടിയിട്ടുണ്ടല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ, ബാക്കിയുള്ള ആർക്കെങ്കിലും കിട്ടിയോ? ഇത്രയും ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ബാക്കിയൊന്ന് നോക്കിയാൽ പോരെ. കോംപ്ലക്സ് നമ്പർ ഇസഡ്, ഇസഡ് ബാർ താഴെ, ഇത്രയൊക്കെ നമ്മൾ എഴുതി. ഇതിനകത്ത് നിന്ന് എനിക്ക് വേണ്ടത് മോഡുലസ് ഇസഡ് ആണ് വേണ്ടത്. മോഡ് ഇസഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പക്ഷേ ഇത് ഇവിടെ എടുത്താൽ കിട്ടത്തില്ലല്ലോ, പിന്നെ എങ്ങനെ എടുക്കാം? സിദ്ധാർത്ഥ് എങ്ങനെ അത് 2√2 എന്നുള്ള ആൻസർ പറഞ്ഞത്? അത് ഏത് കൺസെപ്റ്റിൽ നിന്നാണ് അത് പറഞ്ഞത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടാനായിട്ട് ഒന്ന് പറയാമോ? സ്നേഹ 2√2 പറഞ്ഞിട്ടുണ്ട്, ഫൈൻ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് 2√2. അപ്പം ഓക്കെ ഫൈൻ, ടേക്ക് ദ ഡയഗണൽ ഓഫ് ദിസ് വൺ. ഇത് 4 ഇത് 4 ആണെങ്കിൽ ഇത് 4√2 ആയിരിക്കും. ഡയഗണൽ 4√2 ആയിരിക്കും. അപ്പം നമുക്ക് ഇവർ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യണമല്ലോ. എക്സ് മൈനസ് മൈനസ് എക്സ് 2x സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ 2y സ്ക്വയർ. ഇതിന് റൂട്ട് എടുത്താൽ ദിസ് ഇസ് ഈക്വൽ ടു 4√2 ആണ്. നമുക്കറിയാം ഇവിടുന്ന് 4 പുറത്തെടുത്താൽ അത് 2 വരും. 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4√2. നിന്ന് എഴുതിയാൽ 2 കട്ട് ചെയ്ത് പോയിട്ട് കറക്റ്റായിട്ട് 2√2 ആൻസർ വരും. നമുക്ക് വേണ്ടിയിരുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്.
സോ ദ ആൻസർ ഈസ് 2√2, റൈറ്റ്? കിട്ടിയോ? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് നമ്മൾ അതിനെ സ്കെച്ച് ചെയ്തു, നമുക്കതിന് ആൻസർ പറയാൻ പറ്റി. അപ്പോൾ ഒരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇതും അതിൻ്റെ ലോക്കസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളതിനെ ഒന്ന് ആർഗൻ പ്ലെയിനിൽ മാപ്പ് ചെയ്ത ഉടനെ നമുക്ക് അതിന് ആൻസർ എത്താൻ പറ്റും, അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഏതായാലും ഒരു മിനിറ്റ് എടുത്ത് അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കിയേ. നമുക്ക് നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. -1 + i√3 ഡിവൈഡഡ് ബൈ 1 - i ദ ഹോൾ പവർ 30. എങ്ങനെയാ ഞാൻ പറഞ്ഞത് മുമ്പത്തെ പോലെ ഓർത്തോണം. ഏകദേശം പരിചയമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ആൻസർ തെറ്റരുത്. പരിചയമുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ ആൻസർ തെറ്റരുത്, സൂക്ഷിച്ച് ചെയ്തോണം. നമുക്ക് √3-യും i-യും ഒക്കെ വരുമ്പോഴേ നമുക്കറിയാം അതാരുമായി റിലേറ്റഡ് ആണെന്ന് വളരെ ക്ലിയറാണ്, അല്ലേ? നമുക്കതറിയാം, അതാരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. താഴെയുള്ളത് പിന്നെ 1 - i, അതും നമുക്കറിയാം. 1 - i-യും 1 + i-ക്കും ഒക്കെ പവർ ഇട്ടാലത്തെ അവസ്ഥ നമുക്കറിയാം. അല്ലാതെ 2 + 3i-ക്ക് പവർ ഇട്ടാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കുഴയും. അതിന് റൈസ്ഡ് 30 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും. പക്ഷേ 1 - i-യും 1 + i നമുക്ക് പരിചയമുള്ളവരാ. അതൊക്കെ മനസ്സിൽ നിൽക്കുമ്പോൾ, ആ ഫണ്ടമെൻ്റൽ ഐഡിയ മനസ്സിൽ നിൽക്കുമ്പോൾ പല ക്വസ്റ്റ്യനും ചെയ്യാനുള്ള ലീഡ് നമുക്ക് കിട്ടും. തുടങ്ങാൻ പറ്റും. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇച്ചിരി ക്ഷമയോടെ നമ്മളത് ചെയ്താൽ, അല്ലേ? ആദ്യത്തെ മേളിലുള്ള വാല്യൂ ആരാ കുട്ടികളെ? -1 + i√3 -1 + i√3 ഡിവൈഡഡ് ബൈ 2 ആയിരുന്നെങ്കിൽ അത് ഒമേഗ ആയിരുന്നു. അപ്പോൾ -1 + i√3 എന്ന് പറയുമ്പോൾ ആരാണ്? 2ω ആണ്. 1-2 പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ആൻസർ വന്നില്ല കേട്ടോ. ശ്രീലത ആൻസർ കിട്ടി, ആൻസർ കണ്ടു ഞാൻ. നമുക്ക് നോക്കാം ആൻസറിലേക്ക്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വന്നില്ലല്ലോ ആൻസർ. ഉള്ള സമയം കൊണ്ട് അത് ചെയ്യണം കേട്ടോ, അതാ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ ഒരു 2ω കൊടുത്തു, റൈസ്ഡ് 30 കൊടുത്തു, ഇരിക്കട്ടെ. താഴെ 1 - i ഉണ്ട്, റൈസ്ഡ് ഒരു 2 ഇട്ടിട്ട് ഒരു 15 കൂടെ കൊടുത്തു. നിങ്ങൾക്കറിയാം ഇത് എന്തിനാണ് ഞാനിങ്ങനെ എഴുതിയെന്ന്. കാരണം 1 - i² നമുക്ക് ടേണിങ് വാല്യൂസ് ഉള്ള വാല്യൂ വരുന്നത്. 2ω റൈസ്ഡ് 30, 2 റൈസ്ഡ് 30 മതി. കാരണം ω³ റൈസ്ഡ് 10 അത്. ω³ ലോകത്തെല്ലാവർക്കും അറിയാം, കോംപ്ലക്സ് നമ്പർ പഠിച്ച എല്ലാവർക്കും അറിയാം, ω³ 1 ആണ്. ബൈ ഇത് -2i ആണ്, റൈസ്ഡ് 15 വരും. അപ്പോൾ 2 റൈസ്ഡ് 30 ഉണ്ട്, എത്ര എളുപ്പം? ഡിവൈഡഡ് ബൈ മൈനസ് ഉണ്ട്, കാരണം ഓഡ് പവറാണ്. -2⁻15 ഉണ്ട്, i⁻15 ഉണ്ട്. i⁻12 എടുത്താൽ 1 കാരണം i റൈസ്ഡ് 4 പിന്നെ ഒരു i³ വരും. അല്ലേ? i³ ആരാണ്? -i ആണ്. 2⁻15 ക്യാൻസൽ ചെയ്തതോടെ മുകളിൽ 2⁻15 വരും, താഴെ i³ -i ആണ്, മൈനസും മൈനസും +i ആണ്, 1/i കിടക്കുക. 1/i എന്ന് പറഞ്ഞാൽ എന്താ? 2⁻15 × 1/i ഈസ് -i.
1 by I is minus I. ഓർക്കുന്നുണ്ടോ? 1 by I is minus I. 1 by omega യോ? Can you say what is 1 by omega? ഒരു ഒമേഗ സ്ക്വയർ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഒമേഗ സ്ക്വയർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഓപ്ഷൻ 3 ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ JEE എഴുതാൻ ചെല്ലുമ്പോൾ ഈ സംഗതി ഈ √3 1 മൈനസ് ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണിത്. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ക്ഷമയോടെ അതിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലെ ഐഡിയ കൊണ്ടുവന്ന് സോൾവ് ചെയ്ത് കൃത്യമായ ആൻസറിൽ എത്തിക്കണം. തെറ്റിപ്പോകരുത്. ചിലപ്പം ഇതിന് റിലേറ്റഡ് ആയിട്ട് പല സിമിലർ ആൻസേഴ്സ് ഇവിടെ കിടപ്പുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ദിസ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. നമ്മൾ ചെയ്തു. ഓക്കെ, ഓക്കെ. ബാസിദ്, സ്നേഹ, ഇഷ്ടം പോലെ ആൾക്കാർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഫൈൻ, ഗുഡ്. നിങ്ങളത് നല്ലപോലെ ചെയ്തിട്ടുണ്ടല്ലോ. അടുത്തതൊരു നല്ല ക്വസ്റ്റ്യനാണ്, പക്ഷേ അത് വളരെ എളുപ്പം ചെയ്യാം. അതിനകത്ത് നിന്ന് എൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഐഡിയ ഇതിനെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് 1 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് ഇസഡ്. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇസഡ് ഞാനതൊന്ന് തിരിച്ചുതരാം. ഇസഡ് IZ കേട്ടോ കുഞ്ഞുങ്ങളെ ഇതൊന്നും മാറ്റി എഴുതിക്കോണേ. ഇസഡ് IZ Z പ്ലസ് IZ. ഇസഡ് IZ Z പ്ലസ് IZ. ആ ക്വസ്റ്റിനെ ഒന്ന് കറക്റ്റാക്കി നോക്കിക്കോ. എന്നിട്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് പലയിടത്ത് പല രീതികളിൽ ചോദിക്കും. അതിൻ്റെ ബേസ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ തന്നു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ബാസിദ്, സ്നേഹമൊക്കെ ഉണ്ടല്ലോ. ശ്രീലത ഒന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. സിദ്ധാർത്ഥ, അതെങ്ങനെ സിദ്ധാർത്ഥ ഒന്ന് പറഞ്ഞ് ചെയ്തത് നമുക്ക് ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളെ ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കിട്ടിയെന്ന്. ഹൗ ഡിഡ് യു ഫൈൻഡ്? ഓക്കെ, സിദ്ധാർത്ഥ് പറയുന്നുണ്ട് Z = X + I/Y എന്നെടുത്തു. ഓക്കെ, ഫൈൻ. എന്നിട്ട് IZ ആകുമ്പോൾ എന്ത് വരും? -Y + IX എന്നെടുത്തു. ഓക്കെ, സിദ്ധാർത്ഥിൻ്റെ ഐഡിയ ഞാൻ ചോദിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? അത് കയ്യിലിരുന്നോട്ട്. ദാറ്റ്സ് ഫൈൻ, ഗുഡ്. ഞാൻ അതിൽ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് വേറിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു പുതിയ ഐഡിയ അവിടെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതുണ്ടല്ലോ, നമുക്ക് അത് പറഞ്ഞു വരുന്നതൊക്കെ കറക്റ്റാണ് കേട്ടോ. ബാക്കിയുള്ളൊരു ആൻസറിന് വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ആൻസറൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. ഇതുവരെ വേറെ ആൻസറുകളൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്, ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇത് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ ഇനി വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ എഴുതരുത്, നേരെ ആൻസർ എഴുതിക്കോണം. ചിലപ്പോൾ ഇത് പറയും, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ Z IZ and Z plus IZ is equal to 100 units, then what is modulus of Z? അങ്ങനെ ചോദിക്കാം. എന്തേ നടക്കുന്നില്ലേ? സിമിലർ ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാനൊരു പുതിയ കൺസെപ്റ്റ് പറഞ്ഞുതരാം. സപ്പോസ് Z ഇവിടെയാണ് നിൽക്കുന്നത്, എവിടെയെങ്കിലും ഒരു Z നിൽപ്പുണ്ടെന്ന് വിചാരിക്കും. ദിസ് ഈസ് Z. ഞാൻ ഇതിനെ ഒരു വെക്ടർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ദിസ് ഈസ് മോഡ് Z ആൻഡ് Z ഈസ് എ കോംപ്ലക്സ് നമ്പർ ഇൻ ദിസ് ക്വാഡ്രന്റ് പ്ലെയിൻ. ഇതിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വെക്ടർ, അതായത് ഈ OP എന്ന് പറയുന്ന വെക്ടറിന് എന്ത് ചേഞ്ച് വരുമെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? OP എന്ന് പറയുന്ന വെക്ടറിന്, ഒരു വെക്ടർ കണ്ടല്ലോ OP എന്നുള്ള വെക്ടറിന് എന്ത് ചേഞ്ച് വരും?
എന്ത് ചേഞ്ച് വരും പറയാമോ? അതായത് ഇസഡ് എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ, ഇത് ഇസഡ് ആയിരുന്നു, എക്സ് പ്ലസ് ഐ വൈ എന്നൊക്കെ എടുത്തോ. ഞാൻ ഇസഡിനെ ഇവിടെ കിടക്കുന്ന പോയിന്റ് ഒറിജിനുമായിട്ട് കണക്ട് ചെയ്ത് ഒ പി എന്നൊരു വെക്ടർ ഉണ്ടാക്കി. ഒ പി എന്നുള്ള വെക്ടർ ഇസഡിനെ ഒരു വെക്ടർ കൺസെപ്റ്റിൽ എടുത്താൽ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ആരും ആൻസർ പറഞ്ഞില്ല. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 90 ഡിഗ്രി തിരിയും. കാരണം ഐയുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഓഫ് ഐ എവിടെയാണ് നിൽക്കുന്നത്? വൈ ആക്സിസിലാണ്. വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലാണ് ഐ നിൽക്കുന്നത്. നമുക്കറിയാം ഇവിടെയാണ് ഐയുടെ പൊസിഷൻ. അപ്പോൾ ഐയുടെ ആർഗ്യുമെൻറ്റ് 90 ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ് വരുന്നത്? രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേൻ്റെ ആർഗ്യുമെൻറ്റ് തീറ്റ ആണ്, രണ്ടാമത്തേൻ്റെ ആർഗ്യുമെൻറ്റ് 90 ആണെങ്കിൽ 90 പ്ലസ് തീറ്റ ഇവിടെ വന്ന് നിൽക്കും ആ കോംപ്ലക്സ് നമ്പർ രണ്ടാമത്തത്. ശരിക്കും ഐ ഇസഡ് ഇതാണ്. ഞാൻ ഈ ഐ ഇസഡിനെ ഇതേപോലെ എടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. ദിസ് ഈസ് ഐ ഇസഡ്. ചെരിഞ്ഞ് പോയതാണ്, ശരിയാതെ വരയ്ക്കുക. ഇതിന് പാരലായിട്ട് തന്നെ ഇപ്പത്തോട്ട് വരയ്ക്കുക. ഒരു പാരലൽ ഐ ഇസഡ് എടുത്ത് ഇങ്ങോട്ട്. ഇത് ഇസഡ് ആണ്, ഇത് ഐ ഇസഡ് ആണ്. ഇസഡ് കിട്ടി, ഐ ഇസഡ് കിട്ടി. ഇസഡ് പ്ലസ് ഐ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആരായിട്ട് വരും? ദാറ്റ് ഈസ് എ സം ഓഫ് ദിസ് വൺ ഫ്രം ദ ഇനീഷ്യൽ സൈഡ്. നൗ ഇനി ഐ ഇസഡിനെ ഞാൻ കളഞ്ഞു. ഇത് ഇസഡ്, ഇത് ഐ ഇസഡ്. ദെൻ ഇസഡ് പ്ലസ് ഐ ഇസഡ് ഫോം വാട്ട്? ഇസഡും ഐ ഇസഡും ഇസഡ് പ്ലസ് ഐ ഇസഡൂടെ പോയാൽ ജോയിൻ ചെയ്താൽ ഉണ്ടാകുന്ന ട്രയാങ്കിൾ ആരാണ്? അമനം 90 ഡിഗ്രി ആവും. ഓക്കെ, അത് ഞാൻ കണ്ടു കേട്ടോ. സിദ്ധാർത്ഥ അത് എവിടെയെങ്കിലും വന്നോട്ടെ, ദറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇസഡും ഐ ഇസഡോട് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് എടുത്താൽ മതി. 90 ഡിഗ്രി താഴോട്ട് വലിച്ചിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇസഡ് ഈ പറയുന്നതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ആൾട്ടിനോട്, അതായത് ഹാഫ് ഇൻറ്റു ബേസ് മോഡ് ഇസഡ് ഇൻറ്റു മോഡ് ഓഫ് ഐ ഇസഡ് എന്ന് എടുത്താൽ ഹാഫ് ഇൻറ്റു മോഡ് ഇസഡ് സ്ക്വയർ. യുവർ ആൻസർ ഈസ് കറക്റ്റ്. ഞാൻ അതിനകത്ത് സമ്മതിച്ചു. അപ്പോൾ ഇനി മറക്കണ്ട, ഇസഡ് ഐ ഇസഡ് ഇസഡ് പ്ലസ് ഐ ഇസഡ് ഫോം എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇസഡ് ഐ ഇസഡ് ആൻഡ് ഇസഡ് മൈനസ് ഐ ഇസഡ് ഫോം എ റൈറ്റ് ട്രയാങ്കിൾ. ഇതിനോടനുബന്ധിച്ച് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഇസഡ് ഒമേഗ ഇസഡ് ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് ഇത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആരായിരിക്കും അറിയാമോ? ഇത് ഇസഡും ഒമേഗ ഇസഡും ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. എപ്പോഴും അതിങ്ങനെ ഇസഡ് ഒമേഗ ഇസഡ് ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഒമേഗ ഇല്ലേ -1/2 പ്ലസ് ഐ ഇൻറ്റു √3/2. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തൊരു കോംപ്ലക്സ് നമ്പർ വെച്ചിട്ടുണ്ടാവും, നമ്മളത് തിരിച്ചറിയില്ല ചിലപ്പം. ഈ ട്രയാങ്കിൾ ആരാന്ന് പറയാമോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഇസഡ് ഒമേഗ ഇസഡ് ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആരാന്ന് പറയാമോ? ഒമേഗയുടെ ആംഗിൾ, അതായത് ഒമേഗ എന്ന് പറഞ്ഞാൽ -1/2 പ്ലസ് ഐ ഇൻറ്റു √3/2 വരും. ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എത്ര? ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ടാൻ ഇൻവേഴ്സ് y/x എടുത്താൽ -√3 വന്നിട്ട് 120 വരും. അപ്പം ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 90 അല്ല 120 തിരിച്ചെടുക്കും. എന്നിട്ട് ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പം ഒരു എന്ത് ട്രയാങ്കിൾ ഉണ്ടാവുമെന്നറിയാവോ? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാവും. മറക്കണ്ട കേട്ടോ. ഇസഡ് ഒമേഗ ഇസഡ് ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് ഫോം ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ.
Z, IZ, Z plus IZ form a right triangle. അവിടെ 3√3/4a² എന്നൊക്കെ വരും. ഇവിടെ വരുമ്പോൾ ഹാഫ് ഇൻറ്റു മോഡ് Z സ്ക്വയർ ഈസ് ദ ആൻസർ. നിങ്ങൾ പലരും ഈ ആൻസർ പറഞ്ഞു. ഓക്കെ, 120 തിരിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ 120 തിരിച്ച് ഇഷ്മൻ ആൻഡ് ഈക്വലാറ്ററൽ. ഓക്കെ, ഇഷാൻ ഓക്കെ. അപ്പം ഈ രണ്ട് കൺസെപ്റ്റ് ജനറലാണ്, മറക്കാതെ ഓർത്ത് വെക്കുക. നമുക്ക് പലപ്പോഴും പല ക്വസ്റ്റ്യനുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും അത് രണ്ടും കൂടെ ആഡ് ചെയ്ത രീതിയിൽ 3 പോയിൻറ്റ്സുകൾ തരും. അപ്പോഴും നിങ്ങൾ ആൻസർ എഴുതിക്കോണം. നല്ലൊരു ക്വസ്റ്റ്യനാണ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. സോ ശ്രീലത ആൻസർ ഹാഫ് ഇൻറ്റു മോഡ് Z സ്ക്വയർ തന്നെയാണ്. ഓക്കെ ഫൈൻ, ഞാൻ കണ്ടു നിങ്ങളുടെ ആൻസർ കണ്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ആൻസർ കിട്ടി. ദാറ്റ്സ് വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതെ, വീണ്ടും ലോക്കസ് വന്നു. ലെറ്റ് S1 S2 and S3 be 3 set. S1, S2, S3 be 3 sets. Defined as S1 എല്ലാ കോംപ്ലക്സ് നമ്പർ മോഡ് Z minus 1 is less than or equal to √2. Less than or equal to 1, equal to അല്ല. Real of 1 minus IZ is greater than or equal to 1 and imaginary of Z is less than or equal to 1. Then the set S1 intersection S2 intersection S3. ചിലരൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഇത് 2022 എങ്ങാണ്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വായിക്കുന്നുണ്ടോ? 3 കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ, അതായത് ലോക്കസ് ആണ്. കാരണം ലോട്ട് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ദർ. എ സെറ്റ് ഓഫ് ഓൾ Z, എല്ലാ ഇസഡുകളും സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ മോഡ് ഓഫ് Z minus 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2. മോഡ് ഓഫ് Z minus 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 വരുന്ന കോംപ്ലക്സ് നമ്പർ. മുമ്പേ നമ്മൾ വരച്ചതാണ്. മോഡ് Z ഇസ് എ കോൺസ്റ്റൻറ്റ് പറഞ്ഞതാണ്. അതുകൂടെ കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നത്. എന്തേ നടക്കുമോ? ആൻസർ പറഞ്ഞാൽ മതി. ഞാൻ ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ആൻസർ. ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾ ആൻസർ പറയൂ. ഇറ്റ്സ് എ സിംഗിൾട്ടൺ സെറ്റ്. ആൻസർ കുറച്ചുകൂടെ ഡെഫിനറ്റ് ആണ്. കാരണം ഒത്തിരി വലിയ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ്റെ കാര്യം വരുന്നത്. ഹാസ് എക്സാക്ട്ലി 2 elements, ഹാസ് infinitely many elements, ഹാസ് എക്സാക്ട്ലി 3 elements. ഹാസ് എക്സാക്ട്ലി, ഇഷാനെ 2 ആണോ പറഞ്ഞത്? ഹാസ് എക്സാക്ട്ലി 2 elements ആണോ? ഓപ്ഷൻ 2 ആണ് ഇഷാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? സിദ്ധാർത്ഥ് യഥാ 3 പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരെ ശ്രീലത 2 പറഞ്ഞിരിക്കുന്നു. ഹാസ് എക്സാക്ട്ലി 2 elements അല്ലേ? നിങ്ങൾ വരച്ചിട്ടാണോ പറഞ്ഞത് അതോ ഒരു റഫ് വർക്കായിരുന്നോ, ഒരു ഗസ് വർക്കായിരുന്നോ നിങ്ങൾ ചെയ്തത്? അത് നിങ്ങൾ വരച്ചിട്ടാണോ പറഞ്ഞത്? വരച്ചിട്ടല്ലേ? മോഡ് ഓഫ് Z minus 1 ഈസ് ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരണ്ടേ? √2 റേഡിയസും അല്ലേ? മോഡ് ഓഫ് Z minus 1 ഈസ് ഈക്വൽ ടു √2 എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ എവിടെ കിടക്കും? 10 കിടക്കും. മാറ്റി അങ്ങനെ ഇട്ടിരിക്കുന്നത്. റേഡിയസ് എത്ര വരും? √2 വരും. അപ്പോൾ 1 കൂടുതൽ. അപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ 1.4 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ഞാനിങ്ങനെ വരച്ചിട്ട് കേട്ടോ. ഇവിടെ നല്ല സർക്കിളൊക്കെ നിങ്ങൾ വേണേൽ വരച്ചോണം. ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആ സർക്കിൾ ഇരിക്കുന്നു, ഓറഞ്ച് പോലെ ആയിപ്പോയി. ഇതിൻ്റെ ഏത് പോർഷനാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2. ഇൻസൈഡ് ഓഫ് ദറ്റ് സർക്കിൾ. ഇൻസൈഡ്, സർക്കിളിൻ്റെ ഇൻസൈഡിലാണ് വരേണ്ടത്, ഔട്ട്സൈഡ് അല്ല, ഓണും അല്ല. ഇൻസൈഡ് ആൻഡ് ഓൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഈക്വൽ ടു √2 ആകുമ്പോൾ ഇൻസൈഡ് ഓഫ് ദിസ് വൺ. തൽക്കാലം അതിന് ഷെയ്ഡ് ചെയ്യേണ്ട, ഇതിൻ്റെ ഇൻസൈഡ് ആണെന്ന് ഓർക്കുക, അല്ല എല്ലാം കൂടെ കുത്തി വരച്ച് വെച്ച് പാടായിരിക്കും വരുന്നത്. രണ്ടാമത്തത് ഓക്കെ സിദ്ധാർത്ഥ് വരച്ചിട്ട് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, ഗുഡ്. ഈ റിയൽ ഓഫ് 1 minus I into Z, 1 minus I into Z എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം X plus I y, കാരണം ക്വാഡ്രന്റ് പ്ലെയിനിൽ കിടക്കുന്ന പോയിന്റ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എടുത്തു. റിയൽ ഇതിൻ്റെ റിയൽ മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ റിയൽ മാത്രം എത്രയാണ്?
റിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എക്സ് ഉണ്ട്, പിന്നെ മൈനസ് ഐയും ഐയും വൈയും ഉണ്ട്. മൈനസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു -1 പ്ലസ്, അപ്പോൾ എക്സ് പ്ലസ് വൈ വരും. എക്സ് പ്ലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നിങ്ങൾക്ക് പലർക്കും അതും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ് പ്ലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ മുമ്പേ ഒരു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 വരച്ചവരാണേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ നമുക്കറിയാമല്ലോ ആ ലൈൻ എങ്ങനെയാണ് പോകുന്നത്? 1 യൂണിറ്റ് വഴി കട്ട് ചെയ്തല്ലേ പോകുന്നത്. ഇവിടുന്ന് ഇത് 1 0 ആണ്, കാരണം √2 റേഡിയസ് ആണ് ഈ കാണുന്നത്. അപ്പം ദ സെക്കൻഡ് ലൈൻ ഈസ് ദിസ് വൺ. ദിസ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു √2. ഇതിനെക്കാട്ടി മേളിലേ വരുള്ളൂ, കാരണം 0 0 സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ അപ്സൈഡ് എക്സ് പ്ലസ് വൈ ഈസ് √2ൻ്റെ അപ്സൈഡ്, സർക്കിളിൻ്റെ ഇൻസൈഡ്, അത് രണ്ടും ഒത്തു. ഇനി ഇമാജിനറി ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ആരാ? വൈ അല്ലേ. എക്സ് പ്ലസ് ഐ വൈയുടെ ഇമാജിനറി ആരാ? വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. വൈ ഈക്വൽ ടു 1 താണ്ട് ഇതുവഴി പോകുന്നു. ഇത് വൈ ഈക്വൽ ടു 1 ആണ്. വൈ ഈക്വൽ ടു 1 താഴെയുള്ള. ഇനി വേണേ നമുക്കൊരു ഷെയ്ഡ് അങ്ങോട്ട് ഇടാം. സർക്കിളിന് ഇൻസൈഡ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1ൻ്റെ അപ്സൈഡ്, വൈ ഈക്വൽ ടു 1ൻ്റെ ഡൗൺ സൈഡ്. ഇത് പ്രത്യേകിച്ച് ഇനിയും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? ഇഷ്ടം പോലെ പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ദിസ് വൺ. സോ പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ഓപ്ഷൻ 3 ഹാസ് ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ്. 2 ഓപ്ഷൻ പറഞ്ഞവരൊക്കെ മാറ്റിക്കോണം കേട്ടോ. ഇഷാനെ ക്ലിയർ ആണോ ഇപ്പോൾ? ഇനിയും തെറ്റരുത് കേട്ടോ. ബാസിത്ത്, ശ്രീലത, എല്ലാവർക്കും ഒക്കെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നോക്കിക്കേ, എത്ര വലുതായിട്ട് നമുക്ക് തോന്നി. പക്ഷെ അത്ര വലിയ കാര്യമൊന്നും ഇല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇതിങ്ങനെ അത്ര വലുതായിട്ട് കാണാനും മാത്രമുള്ള കാര്യമൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. നമ്മളത് ഈസി ആയിട്ട് സ്കെച്ച് ചെയ്ത് ഒറ്റ ശരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് അധികം സ്റ്റെപ്പൊന്നും എടുത്തില്ല. നമ്മളതിനെ സ്കെച്ച് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇല്ല, ഓക്കെ, ഞാൻ ഇനി അത് മുമ്പേത്തതിൻ്റെ ആൻസർ ആയിരിക്കും ശ്രീലത കേട്ടോ, സോറി. ഓക്കെ, സാദരുൾ ഇപ്പോഴാണോ വന്നേ? ഓക്കെ, ഞാൻ ശ്രീലത എനിക്ക് തോന്നിയ ആൻസർ ആയി. ചിലപ്പോൾ അത് മുമ്പത്തെ ക്വസ്റ്റിൻ്റെ ആൻസറിൽ ഞാൻ പെട്ടെന്ന് അത് നോക്കിയപ്പോൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ആൻസർ. ഇറ്റ്സ് എക്സാക്ട്ലി സിമിലർ ടു ദിസ് വൺ. ഐ എക്സ്പെക്ട് all of you should find the right answer for this one. You draw and say the answer of this one. മുമ്പത്തേതിന് ഏകദേശം സിമിലർ ആയി ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന ഓപ്ഷൻസിനകത്ത് ഇൻഫിനിറ്റ് ഉണ്ട്, 3 0 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. പെട്ടെന്ന് ആൻസർ പറയാവുന്നവരും പറഞ്ഞോ, എനിക്കതിനകത്ത് കുഴപ്പമില്ല. Let C be the set of all complex numbers. Let Z belongs to C such that mod of Z minus 3 minus 2i the whole square is equal to 8. And Z equal to set of all elements belongs to C. ഇവിടെ ചില പ്രിൻറ്റിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, മൈൻഡ് ചെയ്യണ്ട കേട്ടോ. Real of Z is greater than or equal to 5 and the last one is 3. Set of all Z minus Z bar is greater than or equal to 8. സിദ്ധാർത്ഥ പ്രീവിയസ് ഇയർ ആയിരുന്നല്ലേ?
എങ്ങനെ എത്തിയോ? ആൻസർ എത്തിയോ? ഓക്കെ സിദ്ധാർത്ഥ്, ദാറ്റ്സ് വെരി ഫൈൻ. ചെയ്തിട്ട് അത് കിട്ടിയ ആൻസർ പറയാൻ പറ്റുന്നത് വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ, ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ, 2022. അതെ അതെ അതെ, അതൊക്കെ വരും. 5, 4 ഒക്കെ വരും. സിദ്ധാർത്ഥ് പറഞ്ഞത് ശരിയാണ്. x = 5, 4 വരും. 2 ഇൻ്റർവെൽസ് എങ്ങനെയാണ് ശ്രീലത വരുന്നത്? നമുക്ക് 2022 ആണെന്ന് തോന്നുന്നു കേട്ടോ സിദ്ധാർത്ഥ്. 2022 എൻ്റെ കയ്യിൽ ആ ബുക്കില്ല. 2022 ആണെന്ന് തോന്നുന്നു. എന്തായാലും ആദ്യത്തേതിന് ആർക്കും സംശയമില്ല, സർക്കിളാണ്. എവിടെ സർക്കിള്? സെൻറ്റർ 3, 2, ദാറ്റ് ഈസ് z -3 + 2i മോഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 എന്ന്. ഇപ്പോൾ വന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് x - 3 സ്ക്വയർ + y - 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 ആണ്. സ്ക്വയർ ഉള്ളതുകൊണ്ട് 2√2 സ്ക്വയർ എന്ന് എഴുതിയാൽ 3, 2 സെൻറ്റർ കിടക്കുന്ന സർക്കിളാണ്. 1, 2, 3, 1, 2, 3, 2 സെൻറ്റർ കിടക്കുന്ന സർക്കിളാണ്. അത്രയൊന്നും വേണ്ട, അത്ര ഇട്ടാലും നമുക്ക് വരയ്ക്കാൻ പാടായിരിക്കും. ഏതായാലും 3, 2 എന്നുള്ള ഒരു സെൻറ്റർ ഞാൻ ഇവിടെ ഇട്ടു. 3, 2 റേഡിയസ് എത്രയാണ് കുട്ടികളെ? മോഡേഴ്സിൻ്റെ സ്ക്വയർ അല്ലേ 8. അപ്പോൾ ദിസ് ഈസ് 2√2 സ്ക്വയർ എന്ന് എഴുതണം. 2√2ൻ്റെ സ്ക്വയർ. അപ്പോൾ റേഡിയസ് 2√2 വരുള്ളൂ. ഈ 3, 2-ൽ നിന്ന് 2√2 റേഡിയസ് വന്നാൽ ഒറിജിൻ വരെ വരുമോ? ഇല്ലല്ലോ, അവിടെ 2√2 8 കൂടുതൽ വരും. അപ്പോൾ ഇതുവഴി എങ്ങാണ്ട് ഇങ്ങനെ പോകും. ഈ പോയിൻ്റ് 3√2 ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2√2 ആകുന്നതുകൊണ്ട് 3, 2-ഉം 2√2 ഡിസ്റ്റൻസ് വരണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് 5, 0 ആണ് ഈ പോയിന്റ്. അപ്പോൾ 5 - 3 2, 2 + 2 2 സ്ക്വയർ. ഓക്കെ ഫൈൻ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫിഗർ. ആം ഐ കറക്റ്റ്? ആൻഡ് ദെൻ ദ സെക്കൻഡ് ഫിഗർ ഈസ് റിയൽ ഓഫ് z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഒരു കാര്യം ഞാൻ അത് നമ്മൾ ആ 5-ൽ നിന്ന് തന്നെ നേരിട്ട് അങ്ങോട്ട് വരച്ചാൽ മതി. ഇതാണ് x = 5. കാരണം റിയൽ ഓഫ് z ഈസ് ഗ്രേറ്റർ ദാൻ 5. ഇറ്റ്സ് ദ റൈറ്റ് സൈഡ് ഓഫ് ദിസ് വൺ. റിയൽ ഓഫ് z എന്ന് പറഞ്ഞാൽ x ആണ്. ദിസ് ഈസ് x = 5. ഇവിടെ z - z ബാർ എന്ന് പറയുമ്പോൾ x + iy മൈനസ് x - iy 2iy. അതിൻ്റെ റിയൽ പാർട്ട് മോഡുലസ് എടുക്കുമ്പോൾ 2y. 2y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആകുമ്പോൾ y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വരും. y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇതുവഴി എങ്ങോ ഒരു ലൈൻ പോകും. ആൻഡ് ദിസ് പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് 5 ആണ്. 5, 4 ഇത് 4 എന്നെടുത്താൽ ദിസ് പോയിന്റ് ഈസ് 5,4 എന്നെടുത്താലും ഈ ഡിസ്റ്റൻസ് 2√2 വരും കേട്ടോ. നമ്മൾ പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളെന്ന് പറഞ്ഞേ. ഞാൻ ആ മൂന്നാമത്തെ ലൈൻ വേറൊരു കളറിൽ വരയ്ക്കാം. നമുക്കിതിനകത്ത് ഓക്കെ ആ വൈറ്റ് സർക്കിളും യെല്ലോ ലൈനും, യെല്ലോ ലൈൻ്റെ റൈറ്റ് സൈഡും ഈ പറയുന്ന പേർപ്പിൾ ലൈൻ്റെ താഴെ, കാരണം പർപ്പിൾ ലൈൻ്റെ മേളിൽ y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. പേർപ്പിൾ ലൈൻ്റെ മേളിലും സർക്കിളിലൂടെ കിടക്കുന്ന പോയിൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? ദാറ്റ് ഈസ് ഓൺലി 1 പോയിൻറ്റ്, ദാറ്റ് ഈസ് 5,4. ഈ 5,4-ഉം 3, 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് 2√2 ആണ്. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 2√2 ആണ്. അതവിടെ വരയ്ക്കണമെന്നില്ല, ഞാൻ വെറുതെ ഇതിങ്ങനെ വരച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ എവരിബഡി? സിദ്ധാർത്ഥ് പറഞ്ഞത് ശരിയല്ലേ? അവ എങ്ങനെ തെറ്റിയത് എങ്ങനെയാണ്? സിദ്ധാർത്ഥ് പറഞ്ഞ ആൻസർ എന്നതാ?
the number of elements in S1 intersection, S2 intersection, S3 അല്ലേ. S1 ആരാ? നമ്മുടെ സർക്കിൾ അല്ലേ. S2 ആരാ? ഈ റീജിയൻ മൊത്തം അല്ലേ. ആൻഡ് S3 ആരാ? ഇതല്ലേ. ഇതിൻ്റെ റൈറ്റ് ഇതിൻ്റെ മേളിൽ സർക്കിളിൽ കിടക്കുന്ന പോയിന്റ്സ്. ആ ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. ദർ എക്സിസ്റ്റ് ഓൺലി വൺ പോയിന്റ് ദർ. ഇഷാൻ ഓക്കെ, ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? ശ്രീലത ഈ പ്രാവശ്യം ഇൻഫിനിറ്റ് പറഞ്ഞതിനറിയോ, നമുക്കത് പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ റീജിയൻ കിടക്കുമ്പോൾ ഇൻഫിനിറ്റ് നമുക്ക് തോന്നും, പക്ഷേ ഇൻഫിനിറ്റ് വരില്ല കേട്ടോ. ഇതൊരൊറ്റ പോയിൻ്റേ വരുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് അതിനെ വരച്ചാലേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ അല്ലെ നമുക്ക് പെട്ടെന്നൊരു മിസ്റ്റേക്ക് സംഭവിക്കും അതിന്. ഇസ് ഇറ്റ് ക്ലിയർ എവരിബഡി? Only one point is common for all this. ഇനി ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യനുകളും ഇപ്പോൾ ചെയ്തു. ഒരെണ്ണം ലെസ് ദാൻ ഒരു പോയിന്റ് വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ഇതായിരുന്നു. ഒരെണ്ണത്തിനകത്ത് പെട്ടെന്ന് നമുക്ക് ഇൻഫിനിറ്റ് ആണെന്ന് തോന്നുന്ന ഒരു രീതി വരും, അതല്ല. പിന്നെ മിനിമം ഡിസ്റ്റൻസ് വരാവുന്നതുകൊണ്ട് ഇൻഫിനിറ്റ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ക്ലിയർ എവരിബഡി. ഓൺലി വൺ പോയിന്റ്. ഇത് കണ്ടോ, ഇതിന് ഇത്രയും സ്ട്രക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇത് വായിക്കുമ്പോൾ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് അത് ചെയ്യാതെ പോകും. പക്ഷെ അങ്ങനെ ചെയ്യാതെ പോകരുത്. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ആൻഡ് വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല. നമുക്കത് ചെയ്ത ആൻസർ കിട്ടേണ്ടതല്ലേ. ഇതാ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വായിച്ചിട്ട് പറഞ്ഞേ, എങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞേ. ദ ഇക്വേഷൻ ഓഫ് ആർഗ കേട്ടോ, ഇവിടെ ഒരു ആർഗെന്ന് ഇട്ടാൽ മതി. ആർഗ്യുമെൻ്റ് ഓഫ് ഒന്ന് ഞാൻ എഴുതി കാണിക്കാം. ഇതിൻ്റെ കൺസെപ്റ്റ് ആദ്യമേ പഠിക്കണം. ആർഗ്യുമെൻ്റ് ഓഫ് z-1/z+1 is equal to π/4 എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഇവിടെ ഒരു ആൻസർ കിടപ്പുണ്ട്. പക്ഷേ അതിനൊരു എക്സാക്റ്റ് ആൻസർ ഉള്ള ക്വസ്റ്റ്യനുണ്ട്. ഇതുപോലെ വേഗ് ആൻസർ ഉള്ള ഒരു ക്വസ്റ്റ്യനുണ്ട്. വേഗ് ആൻസർ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളിതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. നമ്മൾ ഇത്ര നേരം മോഡുലസിൻ്റെ ക്വസ്റ്റ്യനാണ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മോഡ് ഓഫ് z-z1 is equal to or less than or equal to or greater than or equal to. ഇനി ആർഗ്യുമെൻ്റ് ഓഫ് z-1 ആൻഡ് z+1 ഒക്കെ കിടപ്പുണ്ട്. ഇതെന്താണെന്ന് നോക്കി. നമുക്ക് അറിയാവുന്ന ചില ഫോർമുലകളുണ്ട്. ആർഗ്യുമെൻ്റ് ഓഫ് z1/z2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർഗ്യുമെൻ്റ് ഓഫ് z1 മൈനസ് ആർഗ്യുമെൻ്റ് ഓഫ് z2 അറിയാവുന്നതാണല്ലോ. ആർഗ്യുമെൻ്റ് ഓഫ് z1 z2 എടുത്താൽ നമുക്കെടുത്ത് കൂട്ടിയാൽ മതി. ആർഗ്യുമെൻ്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെൻ്റ് ഓഫ് z2. ഇനി ഈ ആർഗ്യുമെൻറ്റിൻ്റെ അതങ്ങ് പോയതെങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് പോയി.
ഓക്കെ, വെൽക്കം ബാക്ക്. അത് ക്ലോസ് ആയി പോയതാണ്, നമുക്കത് ഒന്നുകൂടെ നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. ഇത് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ആർഗ്യുമെൻറ്റ് ഓഫ് Z - 1 by Z + 1 = π/4 റെപ്രസെൻ്റ് എ സർക്കിൾ എന്ന് വരെ നമ്മളോട് യഥാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. π/4 വന്നാൽ അതൊരു സർക്കിളായിരിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കിയാൽ മതി. ആൻസറാണോ പറഞ്ഞേ? ഓക്കെ, എവരിബഡി. പല ആൾക്കാരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, π/4 ലോക്കസ് തന്നെയാണ്. ഇതൊരു ലോക്കസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ ഇസഡിൻ്റെ കാര്യമാണ് നമുക്ക് അറിയണ്ടേ. ആൻസർ പറഞ്ഞിരിക്കുന്നത് 4 ആൻസർ. എത്ര ആൻസറാണ്? വെരി ഗുഡ്. ഈശാനുണ്ട്, സിദ്ധാർത്ഥ് ഉണ്ട്, ശ്രീലത ഉണ്ട്. ഇവരൊക്കെ 4 ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ കിട്ടിയ സമയം കൊണ്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്തല്ലേ? ഓക്കെ, ഫൈൻ, ഗുഡ്. എങ്ങനെയായിരുന്നു അത്? നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതിനെ. നമ്മുടെ ക്വാഡ്രന്റ് പ്ലേ. ആർഗ്യുമെൻ്റ് ഓഫ് Z - 1 by Z + 1. 2 വാല്യൂസ് ഉണ്ട്. ഒരെണ്ണം 1 ആണ്, ഒരെണ്ണം -1 ആണ്. ഈ 2 പോയിന്റിൽ നിന്ന് ഡിഫറൻസ് ഓഫ് നമുക്കറിയാം ആർഗ്യുമെൻ്റ് ഓഫ് Z1 by Z1. അപ്പം ആർഗ്യുമെൻ്റ് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു ആർഗ്യുമെൻ്റ് ഓഫ് ഇവർ തമ്മിൽ 2 കോംപ്ലക്സ് നമ്പർ Z1ഉം 0യും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആർഗ്യുമെൻ്റാണ്, ആംഗിളാണ്. അപ്പം ഇവിടെ സംഭവിച്ചേക്കുന്നത് ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ Z സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ, അത് Z1ഉം അത് 1ഉം -1ഉം ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ റൊട്ടേഷൻ ഡിഫറൻസ്. അതായത് ഈ ലൈൻ ഉണ്ടല്ലോ Z1, ഞാൻ ഇതിനെ 1 എന്നെടുത്ത് ഈ പോയിന്റ് ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ π/4 ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള ലോട്ട് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ദർ. ആ കോംപ്ലക്സ് നമ്പേഴ്സ് ആരാണെന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പം ഇത് ശരിക്കും ഒരു സർക്കിളിൻ്റെ മേജർ ആർക്ക കണ്ടോ, ഇങ്ങോട്ട് π/4 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. ഈ ആംഗിൾ എപ്പോഴും π/4. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിള് ഇത് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ വരുന്ന ഒരു മേജർ ആർക്ക് ഓഫ് ദ സർക്കിളായിട്ട് വരണം. ഇപ്പുറത്തെ സൈഡിൽ മൈനർ ആർക്കും കിടക്കും. സർക്കിൾ പോലെ തോന്നുന്നില്ലായിരിക്കും അല്ലേ? സാരമില്ല, അത് സർക്കിളാവും കേട്ടോ. ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് സംഗതി. -1, അതായത് ഈ താഴത്തെ കോംപ്ലക്സ് നമ്പർ ആർഗ്യുമെൻ്റ് ഓഫ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇത് Z - 1 by Z - -1 എന്നാ ഈക്വൽ ടു π/4. അതായത് ഇസഡും -1ഉം കണക്ട് ചെയ്യുന്ന പോയിൻറ്റും വെക്ടറും ഇസഡും 1ഉം കണക്ട് ചെയ്യുന്ന വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ π/4 വരും. ഇതാണ് ഈ കൺസെപ്റ്റിൻ്റെ അർത്ഥം. ദ മീനിങ് ഓഫ് ദാറ്റ് വൺ. ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങളിങ്ങനെ തന്നെയാണോ വിചാരിച്ചിരുന്നത്? അതോ നമ്മൾ Z = x + iy എന്ന് കൊടുത്താണോ ചെയ്തത്? രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. Z = x + iy കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ഒരു സ്റ്റാൻഡേർഡ് കോംപ്ലക്സ് നമ്പർ ആക്കി അതിൻ്റെ ആർഗ്യുമെൻ്റ് എടുത്താലും മതി. അപ്പോൾ ഒരു ലോക്കസിൻ്റെ ഇക്വേഷൻ കിട്ടും, അതെടുത്താലും മതി. ഞാൻ പറയുന്നത് ഇത് ഇസഡുകൾ മൂവ്സ് അലോങ് ദ മേജർ ആർക്ക് ഓഫ് ദ സർക്കിൾ ആൻഡ് വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 1 and -1. ഇതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ഇനി ഈ ടൈപ്പ് ഏത് വന്നാലും നിങ്ങളിങ്ങനെ ചെയ്തോണം. ഈ താഴത്തെ ലൈൻ, അതായത് Z + 1, ദാറ്റ് ഈസ് Z - -1, ദാറ്റ് ഈസ് ഈ വെക്ടർ ഇസഡും 1ഉം കണക്ട് ചെയ്യുന്ന വെക്ടർ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഫിഗർ ബ്ലഡായി പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും വരച്ചു തരാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കുട്ടികളെ? ക്യാൻ യു ഫോളോ മീ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എവരിബഡി? ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇത് സെൻറ്റർ അറ്റ് 0, 1 and റേഡിയസ് √2 നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദാറ്റ് വൺ. പക്ഷേ ആ സർക്കിൾ മുഴുവനില്ല, ആ സർക്കിളിൻ്റെ ഒരു പോർഷനേ ഉള്ളൂ. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് മേജർ ആൻഡ് മൈനർ ആർക്കെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തേനെ? മേജർ ആർക്കെന്ന് മൈനർ ആർക്കെന്ന് ഇതിൻ്റെ അകത്ത് ചേർത്താൽ ഈ സൈഡ് മേജർ ആർക്കിലേ നിൽക്കത്തുള്ളത്, താഴത്തേൽ വരത്തില്ല, അത് വേറെ ആംഗിളാണ് വരുന്നത്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇതൊരു കോഡായിട്ട് നമുക്ക് ഈ പറയുന്ന X ആക്സിസ് ഒരു കോഡായിട്ട് ആക്ട് ചെയ്യും. ഈ കോഡിൻ്റെ
90 ഡിഗ്രി പോകുന്ന ലൈനാണ് വൈ ആക്സിസ്. അപ്പോൾ ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്ത് പോകുന്ന എപ്പോഴും സെൻറ്റർ വഴിയേ പോകത്തുള്ളൂ. അപ്പം ഒരു സർക്കംഫറൻസിൽ π/4 ഉണ്ടാക്കിയാൽ അതേ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും നമുക്കറിയാമല്ലോ. ഇത് 90 ഡിഗ്രി ആയിരിക്കും, കാരണം അതിൻ്റെ ഡബിളാണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇവിടെ 1 ആണ്. 1ഉം 1ഉം ഇത് സിമെട്രിക്കലായിട്ട് കട്ട് ചെയ്തേക്കുന്നത് 1 യൂണിറ്റ് ആകുമ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 യൂണിറ്റ് ആണ്. ഈ പറയുന്ന സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസും 1 യൂണിറ്റ് ആയിരിക്കും, ബിക്കോസ് ദിസ് ആംഗിൾ ഈസ് π/4. ക്യാൻ യു ഫോളോ ദ ആർഗ്യുമെൻറ്റ് റിലേറ്റഡ് ടു ദാറ്റ് വൺ? So the center of the circle is at 0,1 ആയിരിക്കും. And the radius of that one is very clear. 0,1ഉം 0,-1ഉം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 1, 1 തമ്മിലുള്ള ആംഗിൾ √2 ആയിരിക്കും. So the right answer of that one is center at 0,1 and radius is √2. And purely this is the ഏതാർക്കാണ് major arc of the circle ആയിരിക്കും. Is it clear? I didn't get any information from you. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. That's fine, good. And you got the concept related to that. Argument of a complex number. Z minus a by Z plus a is equal to π/4 or π/3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലായി കാണും. ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്തിടുക. എന്നിട്ട് ഒരു ലോക്കസ് കൺസിഡർ ചെയ്യുക. ആ Z മൂവ് ചെയ്യുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ള Z-1 അല്ല Z-a എന്നുള്ള വെക്ടർ മറ്റ് ന്യൂമറേറ്ററിലേക്കുള്ള കടന്ന വെക്ടറിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ π/4 എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നൗ സിദ്ധാർത്ഥ്, ഓക്കെ, സിദ്ധാർത്ഥ് പറഞ്ഞത് ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ 4 ആണല്ലോ നമ്മുടെ ആൻസർ. ഓക്കെ ശ്രീലത, ഓക്കെ ഫൈൻ, ഗുഡ്. ആൻഡ് നൗ ഇതും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. √3 + 1 the whole power 100 is equal to 2 raised to 99 into p plus iq, where p and q are the roots of the equation. ഇതിൽ ഏത് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ടാണ് വന്നേക്കുന്നത്? ഇതിനകത്ത് ഇവിടെ അങ്ങാണ്ട് പ്ലസ് അങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ, ഈക്വൽ ടു സിമ്പിൾ കിടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, ക്വസ്റ്റ്യൻ വായിച്ചു ചെയ്യാവോന്ന് നോക്കിക്കേ. √3 + 1 the whole power 100 is equal to 2 raised to 99 into p plus iq, then p and q are the roots of the equation. നമുക്ക് ഈ പിയും ക്യൂവും കിട്ടിയാൽ മതി. അതിപ്പോൾ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എന്ന് കൂട്ടി കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കതൊന്ന് നോക്കാം. √3 + 1 the whole power 100 is equal to 2 raised to 99 into p plus iq. ഇങ്ങനെ മാറ്റാവുന്ന എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ചെയ്യാൻ തുടങ്ങിയോ? ഇത് കമ്പാരിറ്റീവ്ലി ഒരു ബേസിക് ഫോം തന്നെയാണ്. 2 ഫോമുകൾ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്. 2 raised to 99 നമ്മൾ r(e⁻i⁻θ എന്ന് എഴുതുന്ന r(e⁻i⁻θ അല്ലേ മോഡുലസ് r ഇൻറ്റു cos θ + i sin θ എന്നുള്ള ഫോമിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോളാർ ഫോം എന്ന് പറഞ്ഞില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഫോമും പോളാർ ഫോമും കൂടെ കണക്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് √3 + 1 the whole power 100 is equal to 2 raised to 99 into p plus iq. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറയുന്ന √3 + 1 the whole power 100നെ ഒരു പോളാർ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കേ. ഇതിൻ്റെ മോഡുലസ് വാല്യൂ √3 + i ആ കേട്ടോ. സോ ദിസ് ഇസ് I. That was a simple mistake in that question. √3 + അതെ സിദ്ധാർത്ഥ ആ പറഞ്ഞ വഴി കറക്റ്റാണ്. 2 e⁻i⁻6 എന്ന് എഴുതാം. പക്ഷേ e⁻ എഴുതിയാൽ നമുക്ക് റൈറ്റ് സൈഡ് e⁻ അല്ലാത്തതുകൊണ്ട് നമുക്കതേ 2 സൈഡിൽ നമുക്ക് സാധാരണ പോളാർ ഫോമിൽ ഇത് എഴുതിക്കാം. പോളാർ ഫോമിൽ
ഇവിടെ ഇതിൻ്റെ മോഡുലസ് എത്രയാണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2 power 100 ഇൻറ്റു cos of what is the angle corresponding to this one? root 3 plus I യുടെ ആർഗ്യുമെൻ്റ് എത്രയാണ്? 1/√3 1/√3 tan theta equal to 1/√3 pi by 6 cos pi by 6 plus I sin pi by 6 ഇങ്ങനെ എഴുതാമല്ലോ ലെഫ്റ്റ് സൈഡ്. ദ ഹോൾ പവർ എത്രയാണ്? 100 is equal to 2 raised to 99 into p plus iq. ഇത് മനസ്സിലായ എല്ലാവർക്കും? സാദറുൽ ഓക്കെ. മൈനസ് അങ്ങനെ വേണമെന്നില്ല. ഇപ്പം നമുക്കിത് ക്ലിയർ ആയല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ പോളാർ ഫോമിൽ എഴുതി, റൈറ്റ് സൈഡും ഏകദേശം ഒരു പോളാർ ഫോമിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കിടന്നത്. 2 raised to 99 മോഡുലസ് മാറ്റിയിട്ടേക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം. 2 raised to 9 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 കാണത്തുള്ളൂ ഇവിടെ. cos pi by 6 cos 100 pi by 6 ആണ്. അപ്പോൾ അത് 50 pi by 3 വരും. പ്ലസ് ഐ സൈൻ ഏതാ പോളാർ ഫോം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ DMOVSR അപ്ലൈ ചെയ്തു. 50 pi by 6 വരും. ഇപ്പോൾ ഇതേ ആൻസർ കഴിഞ്ഞാൽ കണ്ടോ? 50 pi by 6 is equal to p plus iq. ഇനി നമുക്ക് ആ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. കണ്ടോ? റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് വി ക്യാൻ ഇക്വേറ്റ് ഇൻ ദിസ് ഇക്വേഷൻ. ടു cos 50 pi by 3 പ്ലസ് ഐ സൈൻ 50 pi by 3. എങ്ങനെ 50 pi by 3 വന്നേ? 100 pi by 6 വരും. ഇവിടെ 100 pi by 6 വരും. സോ ദ ആൻസർ ഓഫ് ഈ 50 pi by 3 എത്ര വരുമോ നോക്കിയാൽ മതി. 50 pi by 3 ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 cos എടുത്തിട്ട് 50 pi by 3 അല്ലേ? 17 3 51 മൈനസ് 50 17 pi മൈനസ് pi by 3 വരും. ഈക്വൽ ടു പി. 17 pi മൈനസ് pi by 3 വരും. അത് ഏത് ക്വാഡ്രൻറ്റിൽ വരും? 17 pi 4 pi 8 pi 12 pi 16 pi 17 pi മൈനസ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് കോസ് ഈസ് നെഗറ്റീവ് ആണ്. സോ ആൻസർ ഈസ് 2 ഇൻറ്റു കോസ് ഓഫ് എത്രയാണ് വരുന്നത്? pi by 3 വരും, പക്ഷെ അത് മൈനസ് ആയിരിക്കും. ഈക്വൽ ടു പി. സോ വാട്ട് ഈസ് ദ ആൻസർ? -2 ഇൻറ്റു കോസ് pi by 3 ഈസ് √3 pi by 3 അല്ലേ? pi by 6 അല്ലായിരുന്നോ? $180 cos 120 എത്രയാണ് വരുന്ന ആൻസർ? √3/2 അല്ലല്ലോ, കോസ് അല്ലേ, സൈൻ ആണെന്ന് ആവർത്ത്. 1/2 -1 അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് 2 ഇൻറ്റു √3/2 വരും, √3 വരും. These are the values of P and Q, -1 and √3. Any such option? Yes, 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 yes. Answer കിട്ടിയോ? ഓപ്ഷൻ 4 അല്ലേ? P is equal to -1. ഞാനിവിടെ എഴുതിയതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് √3/2 എന്നാണ് ഞാൻ എഴുതിയത്. അത് സൈൻ അല്ല, കോസ് ആയതുകൊണ്ട് -2 ഇൻറ്റു കോസ് pi by 3 is 1/2 -1. And the value of Q is equal to √3, and P and Q are the roots of the equation. The sum of the roots is √3 -1 and the product of the roots is -1. So the right answer of that one is option 4 is the right answer. Is it clear? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കേട്ടോ. അല്ല, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, ഞാൻ ഡിഫറെൻ്റ് ഏരിയയിലെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കത് മനസ്സിലായോ? യെസ് സാദറുൽ കിട്ടിയോ? കട്ടായതല്ല കേട്ടോ.
ഇഷാൻ ഓക്കെ. ഒത്തിരി ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മളൊരു സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണം, നമുക്കല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. The area of the polygon whose vertices are the non-real, term എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, non-real roots of the equation z bar is equal to iz square. z bar is equal to iz square. നമുക്കിത് സോൾവ് ചെയ്യണം. z bar is equal to iz square സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോൺ റിയൽ റൂട്ട്സുകൾ വേർട്ടിസസ് ആയിട്ട് വരുന്ന പോളിഗണിൻ്റെ ഏരിയ. ആൻസർ 3√3/4 ആൻഡ് 3√3/2 ആൻഡ് 3/2 ആൻഡ് 3/4. തുടങ്ങാവോ? ഇത് ഞാൻ മുമ്പേ ആദ്യമേ ഫസ്റ്റ് ടൈമിൽ പറഞ്ഞതാണ്. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യം, ഇത് കോംപ്ലക്സ് ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. കോംപ്ലക്സ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കണം? റൂട്ട്സ് കണ്ടുപിടിക്കണം. നമ്മൾ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് അത് വേർട്ടിസസ് ആയിട്ട് വരുന്ന എന്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം? പോളിഗണിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. തുടങ്ങിയോ? z bar is equal to iz square. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് z is equal to നമുക്ക് x plus iy എന്ന് എടുക്കാം. z-ൻ്റെ സ്ക്വയർ നമ്മളിത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കറിയാം ഉണ്ടാവുന്നത് x square minus y square plus I into 2xy ആണ്. ഇനിയും ചെയ്താലും മതി, ആൻസർ കിട്ടും നിങ്ങൾക്ക്. അപ്പം ലെഫ്റ്റ് സൈഡിൽ x മൈനസ് ഐ ബൈ വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്നത് ഐ സെഡ് സ്ക്വയർ ആണ്. അപ്പം ഐ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇവിടെ ഒരു ഐ സ്ക്വയർ വന്ന് -2xy വരും അല്ലേ? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ യു ക്യാൻ ഇക്വേറ്റ് ദർ കറസ്പോണ്ടിങ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ 2xy ഇസ് ഈക്വൽ ടു വൈ എന്ന് വരും, ഇക്വേഷൻ നമ്പർ 2. നമുക്കിത് സോൾവ് ചെയ്തിട്ട് വേണം എക്സിൻ്റെയും വൈയുടെയും നമുക്ക് വാല്യൂസ് എടുക്കാൻ. ഐ ഇൻറ്റു 2xy ഐ സെഡ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇസഡ് ബാർ അല്ലായിരുന്നോ? ഓക്കെ, ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു ഐ സെഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഒരു മൈനസിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? Combining this, z bar is equal to, okay, can you try to solve this? X square minus y square is equal to I ഉള്ളതുകൊണ്ട് ഞാൻ എഴുതിയതിൻ്റെ അകത്ത് വന്ന് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളത് നോക്കിയല്ലോ, ഇറ്റ്സ് ഫൈൻ, ഗുഡ്. എക്സ് സ്ക്വയർ ഐ ഉള്ള എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൈ. ആൻഡ് പിന്നെ ഉള്ളത് ആരാണ്? -2xy ഈസ് ഈക്വൽ ടു -2xy ഈസ് ഈക്വൽ ടു. ഞാൻ മൊത്തത്തിൽ അത് കമ്പയർ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വരും. -2xy ഈസ് ഈക്വൽ ടു ഈ വൈയും അല്ല, അതിൽ പെട്ടെന്ന് എഴുതിയതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ -2xy റിയൽ പാർട്ടല്ലേ,
minus 2xy is equal to x. Now we have two equations, equation number 1 and equation number 2. നിങ്ങളൊന്ന് സോൾവ് ചെയ്തത് എന്നിട്ട് എക്സിൻ്റെ മൈയുടെയും വാല്യൂസ് നോക്കിക്കാൻ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോൺ റിയൽ റൂട്ട്സ് ആയിട്ടുള്ളത് മതി. Okay. Okay, fine. I got it. X is equal to minus 2x. Ishan Siddharth ഞാൻ കണ്ടത്. Okay. Now, ഇവിടെ നമ്മൾ സോൾവ് ചെയ്താൽ 2xy plus x is equal to 0 ഇട്ടാൽ x is equal to 0 എന്നൊരു ഇക്വേഷൻ വരാം. And y is equal to minus 1/2. രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടും അല്ലേ. when x is equal to 0 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ minus y square equal to minus y വന്നിട്ട് y equal to 0 വരാം. y square minus y or y is equal to 1 വരാം. അപ്പോൾ എക്സിന് 0 വൈക്ക് 0 ഒരു റൂട്ട് ഇതാണ് 0 0 വൈക്ക് എക്സിന് 0 ആൻഡ് വൈക്ക് 1. നമ്മൾ y equal to minus 1/2 എടുക്കുക. y is equal to minus 1/2 ആണെങ്കിൽ നമുക്കിവിടെ എത്ര വരും? x square is equal to y square minus y, that is y square 1/4 minus 1/2 വരും അല്ല പ്ലസ് 1/2 വരും. മൈനസ് 1/2 ആണല്ലോ. അപ്പോൾ എത്ര വരുന്നത്? 4 LCM എടുത്താൽ ഇവിടെ 2 1 plus 2 3/4 വരും. സോ x is equal to plus or minus √3/2 വരും. അപ്പോൾ എക്സിൻ്റെ നമുക്ക് 2 more റൂട്ട്സ് കൂടെ നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? പ്ലസ് √3/2 minus 1/2 ആൻഡ് പിന്നെ ഏതാണ്? y അല്ലേ minus 1/2. അപ്പം minus √3/2 minus 1/2. So what are the values of x plus or minus √3/2 minus 1/2? Okay. Now എത്ര റൂട്ട്സുകളുണ്ട് ഇതിന്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ്? ദ നമ്പർ ഓഫ് അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നോൺ റിയൽ റൂട്ട്സ് മേക്ക് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം, ഒരു പോളിഗൺ ഉണ്ടാക്കണം. ഇപ്പോൾ ഇതിന് എത്ര നോൺ റിയൽ റൂട്ട്സ് ഉണ്ട് നിങ്ങളത് പറഞ്ഞോ. എത്ര നോൺ റിയൽ റൂട്ട്സ് ഉണ്ട്? ഇസഡ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സും വൈയും 0 0 വന്നാൽ ഇസഡ് ഈക്വൽ ടു 0. ഇത് നോൺ റിയൽ അല്ല. പിന്നെ 0 1 വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ആണത്. പിന്നെ ഇസഡ് ഈസ് ഈക്വൽ ടു minus √3/2 plus I into minus 1/2 minus 1/2 I and Z is equal to plus or minus അല്ലേ. അപ്പോൾ പ്ലസ് √3/2 minus 1/2 I. അപ്പോൾ ഈ 3 പേരേ ഉള്ളൂ നോൺ റിയൽ റൂട്ട്സ്. ഈ നോൺ റിയൽ റൂട്ട്സ് ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ ആ നോൺ റിയൽ റൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോളിഗൺ ആരാ? ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിനകത്ത് ഒരെണ്ണം ഐ ആണ്. പിന്നെ ഒരു വാല്യൂ minus √3/2 minus 1/2 ആണ്. സോ ഐ ഇവിടെ നമുക്ക് കൊണ്ടിടാം. ഒരു പോയിൻ്റ് ഇതാണ്, മറ്റേത് 2. ഇവിടെയാണ് അടുത്ത പോയിൻ്റ്, ഇവിടെയാണ് അടുത്ത പോയിൻ്റ്. ഇത് എന്ത് ട്രയാങ്കിളാണ്? ഇത് എന്ത് ട്രയാങ്കിളാണ്? അതിൻ്റെ ലെങ്ത് ഓഫ് ദ സൈഡ് നോക്കിയാൽ മതി. അത് എന്ത് ട്രയാങ്കിളാണ്? പറ. ആൻസർ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. minus √3/2 minus 1/2. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ? ഒമേഗ വെച്ചൊരു കൺസെപ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? ഇസഡ്
ഒമേഗ ഇസഡ് ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് ഫോം എന്ത് ട്രയാങ്കിൾ പറ? ഈക്വിലാറ്ററൽ. യെസ്, സിദ്ധാർത്ഥ് പറഞ്ഞ കറക്റ്റാണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ് കേട്ടോ. So what is the answer then? Z. ഇപ്പോൾ ഇത് ഐ ഇസഡ് ആണെങ്കിൽ അടുത്തത് ഒമേഗ ഇസഡ്. ഒമേഗ കൊണ്ട് 1/2 എന്ന് വരും. -1/2 -√3/2 പ്ലസ് ഇസഡ് ഒമേഗ ഇസഡ് ഇസഡ് പ്ലസ് ഒമേഗ ഇസഡ് അല്ല ഇസഡ് മൈനസ് ഒമേഗ ഇസഡ്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഈ വാല്യൂ അങ്ങ് ഇട്ടാൽ പോരെ, 0,1 ആൻഡ് ദിസ് പോയിന്റ് ഈസ് വാട്ട് -√3/2, -1/2 and this point is what? ഏതായിരുന്നു? +√3/2. ഒരെണ്ണം പ്ലസ് ആണല്ലോ. √3/2, -1/2. വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് വൺ? ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ √3/4 അല്ലേ? √3/4 നേരെ അങ്ങ് ചെയ്തോ. √3/4. ഇപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഒമേഗ ഇസഡിൻ്റെ കാര്യമൊന്നും എടുക്കണ്ട. √3/4 എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം √3/4 പ്ലസ് 0 - 3/4 പ്ലസ് 1 - 1/2 എത്രയാണ് വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ 3/2 the whole square 3/4. One. ആൻസർ എത്രയാ? √3 A². 3√3/4. ഒരു സംശയം തോന്നി അതിന് ആൻസർ മാറുമോ നോക്കിയിട്ടാണ് കേട്ടോ ചെക്ക് ചെയ്തത്. സംശയമില്ലല്ലോ? എനിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് തോന്നി അതിന് ആൻസർ 3√3/4 ആണോ √3/4 × 1 ആണോ അത് വേണ്ടി ചെക്ക് ചെയ്തതാണ്. സോ വാട്ട് ഈസ് ആൻസർ ഫോർ ദിസ് വൺ? 3√3/4 A². ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. നൗ വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് വൺ? കിട്ടിയോ? അത് പറഞ്ഞാൽ മതി. യു ഗോട്ട് ദ ആൻസർ ഓൾ ഓഫ് യു. കാൽക്കുലേഷനിൽ വന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ കൊണ്ട് ഞാനൊന്ന് ഡിലേ ആക്കിയതാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഓൾ ഓഫ് യു ഗോട്ട് ദ ആൻസർ. യു ഗോട്ട് ദ കൺസെപ്റ്റ്. ഹൗ ക്യാൻ വി സോൾവ് എ കോംപ്ലക്സ് ഇക്വേഷൻ? ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷൻ 1 പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ഇൻറ്റിജർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. 1 + i/1 - i the whole raised n/2 is equal to 1 + i/i - 1 the whole raised n/3. That is equal to 1. Then the greatest common divisor of the value of m and n. The greatest common divisor of the least value of m and n. ശ്രീലത, ഓക്കെ, കണ്ടു. ഓക്കെ, ഫൈൻ, എവരിബഡി ക്ലിയർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് ഇതിനിട്ടൊന്ന് നോക്കാം. 1 + i/1 - i the whole raised n/2 is equal to 1 + i/i - 1 the whole raised n/3 which is equal to 1 വരുന്ന വാല്യൂ ഓഫ് ലീസ്റ്റ് വാല്യൂ ഓഫ് എം ആൻഡ് എൻ എടുത്തിട്ട് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് GCD പറയണമെന്ന്. എല്ലാവർക്കും ഇത് കിട്ടും, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണ്. 1 + i/1 - i നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് എനിക്കറിയാം, i ആണ്. അപ്പോൾ 1 + i/ മറ്റേതൊരു മൈനസ് പുറത്തിടുന്ന 1 - i ആണ്, മൈനസ് വരും. i - 1 അതാരാണ്? -i ആണ്.
ഒരെണ്ണം I raised m by 2 ആണ്. That is equal to minus I raised n by 2 ആണ്. ഇത് രണ്ട് പേരും 1 ആകാനുള്ള ലീസ്റ്റ് വാല്യൂ ഓഫ് m and n എടുത്തിട്ട് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ പറയണം. ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഇതിനിപ്പോൾ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആൻസർ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ പറയുന്ന ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്രയാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്? കിട്ടി 4. ബാക്കിയുള്ള ആരെങ്കിലും? I raised m by 2 is equal to 1 വരണമെങ്കിൽ m by 2 is equal to 4 വരണം. അതാണ് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ അല്ലേ? m by 2 is equal to 4. സോ m is equal to എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. I raised minus n by 2, അതായത് മൈനസ് ഐ ആണ്. മൈനസ് ഐ ആണെങ്കിൽ ഒരു ഈവൻ വാല്യൂ ആയിരിക്കണം വരേണ്ടത്. 4 ഇട്ടാൽ ഇവിടെ പറ്റുമോ? 4 by 2 ഇട്ടാൽ പറ്റുമോ? ഇല്ലല്ലോ. 4 by 2 ഇല്ല. 8 ഇട്ടാലോ? ഇവിടെ n by 2 അല്ലേ? അല്ലല്ല, അവിടെ ഒരു ചെറിയ പ്രശ്നം. ഐ മെയ്ഡ് എ സ്മോൾ മിസ്റ്റേക്ക് ദർ. ദിസ് ഇസ് നോട്ട് n by 2, ഇറ്റ് ഈസ് n by 3. n by 2 ആണെങ്കിൽ പിന്നെ 4 ഇട്ടാൽ പോരെ. ഞാനത് എഴുതിയെടുത്തതിൻ്റെ കുഴപ്പമാണ്. നമ്മൾ സോൾവ് ചെയ്ത് വരുന്നപ്പോൾ ചെറിയ ഒരു കെയർലെസ് ആയതിൻ്റെ കുഴപ്പമാണ്. n by 3 ആയിരുന്നു. n by 3 is equal to എത്ര വരണം? 4 വരണ്ടേ? n by 3 is equal to 4 ആണെങ്കിൽ n is equal to എത്ര വരുന്നത്? 12 അല്ലേ വരുന്നത്? ഇത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് വരും. The least value of m and n are 8 and 12. So what is the GCD of this one? GCD, greatest common divisor of 8 and 12, that is equal to എത്രയാ? 4 is the answer. എത്ര പേർക്ക് കിട്ടിയിരുന്നു? 4 is the answer. മൊബൈൽ ഓഫ് ആയിപ്പോയി. കമൻ്റ് ഉണ്ടെന്ന് പറഞ്ഞേക്കണേ. എത്ര പേർക്ക് കിട്ടിയ ആൻസർ GCD 4 എന്ന്? കിട്ടിയോ? കിട്ടിയിരുന്നു സാറേ. ആർക്കെങ്കിലും ഒക്കെ 4 പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. സിദ്ധാർത്ഥ് പറയുന്നത് ഞാൻ കണ്ട്. ഇനി എനിക്കത് കാണാൻ പറ്റത്തില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ. ഓക്കെ, എന്തായാലും അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അതിന് ആൻസറും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. That is z equal to 1 minus I root 3 by 2 and I equal to root of minus 1. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് 2i അല്ല കേട്ടോ, 21 പ്ലസ് z plus 1 by z the whole cube, z square plus 1 by z square the whole cube, z cube plus 1 by z cube the whole cube, etc. plus z raised to 21 plus 1 by z raised to 21 the whole cube. നല്ല ക്വസ്റ്റ്യൻ ആണ്. വളരെ റീസെൻ്റ് ആയിട്ട് വന്നൊരു എക്സാമിലാണ്. ഒരു എക്സാമിലല്ല, JEE മെയിനിലെ തന്നെയാണ്. ഓക്കെ. ഐഫോൺ നിങ്ങൾ അവിടെ നോക്കിയാലേ കാണത്തില്ല. അതെ, എൻ്റെ മൊബൈലിൽ ഇനിയിപ്പോൾ ഓഫായി പോയി. അപ്പോൾ നിങ്ങളുടെ കമൻസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. ഏതായാലും ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 21 ടേം ഇതിൻ്റെ അകത്തുണ്ട്, ഒരു 21 വേറെയുണ്ട്. ആൻസർ വല്ലവരും 0 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ? ഇല്ല. ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ശരിക്കും ഇത് ആരാ? z is equal to 1 minus I root 3 by 2. അതാരാ കുട്ടികളെ? നമ്മുടെ മൈനസ് ഒമേഗ അല്ലേ? 1 minus I root 3 by 2, that is nothing but ഒമേഗ അല്ല, മൈനസ് ഒമേഗ. മൈനസ് ഒമേഗ ആണ് ഇസഡിൻ്റെ വാല്യൂ. അത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. പക്ഷെ ഇതിനിട്ട്
ഈ ഇസഡിനെല്ലാം മൈനസ് ഒമേഗ കൊടുത്തത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം 22 ടേം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഇസഡ് റൺ ചെയ്തേക്കുന്നുണ്ടോ? ഇസഡ് സ്ക്വയർ, ഇസഡ് ക്യൂബ് എക്സെട്ര ഇസഡ് പവർ 21 വരെ റൺ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു സിഗ്മ നൊട്ടേഷൻ്റെ അകത്ത് നമുക്ക് ചേർത്തിട്ടാലോ? സിഗ്മ സപ്പോസ് ആർ ഇസ് ഈക്വൽ ടു 1 to 21 z raised r plus 1 by z raised r the whole power എത്രയാണ്? 3. അല്ലേ? നമുക്ക് ഇതിനെ ഒന്ന് പിടിക്കാം. ദാറ്റ് ഈസ് 21 പ്ലസ് സിഗ്മ ഇവിടെ കിടക്കട്ടെ, r ഈക്വൽ ടു 1 to 21. r ഈക്വൽ ടു 1 to 21. ഞാൻ ഇതങ്ങ് ഓപ്പൺ ചെയ്തു. z റൈസ്ഡ് 3r അല്ലേ? z റൈസ്ഡ് r ദ ഹോൾ ക്യൂബ് പ്ലസ് ലാസ്റ്റത്തത് 1 by z റൈസ്ഡ് 3r പ്ലസ് 3a സ്ക്വയർ b 3 z റൈസ്ഡ് r സ്ക്വയർ b 1 by z റൈസ്ഡ് r പ്ലസ് 3ab സ്ക്വയർ z റൈസ്ഡ് r ഇൻറ്റു 1 by z റൈസ്ഡ് 2r. ഇങ്ങനെ ഇരിക്കും. ഇത് എക്സ്പാൻഡ് ചെയ്തതാണ് കേട്ടോ. അതിൽ ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യമുണ്ടല്ലോ. മൈനസ് ഒമേഗ അല്ല ഇസഡ്. അപ്പം ഇസഡ് ക്യൂബ് ആരാ? ദിസ് ഈസ് ഇസഡ്. അപ്പം ഇസഡ് ക്യൂബ് ആരാ? ഇസഡ് ക്യൂബ് ഈസ് ഈക്വൽ ടു -1 ആണ്. കാരണം മൈനസ് ഒമേഗ ക്യൂബ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന വാല്യൂസിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 21 ഇസഡ് ക്യൂബിനെ പിടിക്കുക. ഇസഡ് ക്യൂബ് ദ ഹോൾ റൈസ്ഡ് ആർ ആണ്. അപ്പം -1 റൈസ്ഡ് ആർ വരും, 1 by -1 റൈസ്ഡ് ആറും വരും, പ്ലസ് 3 ഇൻറ്റു ഇസഡ് റൈസ്ഡ് ആർ സ്ക്വയർ ഇസഡ് റൈസ്ഡ് ആർ 3 ഇൻറ്റു ഇസഡ് റൈസ്ഡ് ആർ. ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് ഒമേഗ റൈസ്ഡ് ആർ എന്ന് ഞാൻ എഴുതുവാണേ. മൈനസ് ഒമേഗ റൈസ്ഡ് ആർ. ഇത് ഇച്ചിരി ലെങ്തി ആയിപ്പോയെന്ന് തോന്നുന്നു. വൺ ബൈ മൈനസ് ഒമേഗ ഇസഡ് റൈസ്ഡ് ഒരെണ്ണം വെട്ടിപ്പോവുമല്ലോ. ഇങ്ങനെ എഴുതാം. ഇസഡ് റൈസ് ആർ താഴെ ഒരു ഇസഡ് റൈസ് ആറിന് ഒരെണ്ണം വെട്ടിപ്പോയി. ബാക്കി മൈനസ് ഇസഡിന് പകരം മൈനസ് ഒമേഗ കൊടുത്തു. ഇതിനിട്ട് ഇനി സിഗ്മ നൊട്ടേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. We are going to apply sigma notation for this one. ഇതിനിട്ട് സിഗ്മ നൊട്ടേഷൻ അപ്ലൈ ചെയ്താൽ ക്യാൻ യു സേ ദ ഫസ്റ്റ് ടൈം ഇത്രയുണ്ട്. ശരിക്കും ആറിന് വരുന്ന വാല്യൂസ് 1 മുതൽ 21 വരെ ഉണ്ട്. ആറിന് 1 മുതൽ 21 വരെ വന്നാൽ എന്തായാലും ഇത് ഫ്ലിക്കറിങ് ആയിട്ട് വരും. ഒന്നുകിൽ -1 അല്ലെ +1. ആറിന് -1 വന്നാൽ ഇവിടെ -1, ഇവിടെ -1 വരും, -2 എന്ന് വരും. ബാക്കി ആറിന് 2 വന്നാൽ ഇത് രണ്ടും +2 വരും. +2ഉം -2ഉം +2ഉം -2 എല്ലാം ക്യാൻസൽ ചെയ്തു. 21 എന്ന് പറയുമ്പോൾ 10 പോസിറ്റീവ് ടേമും 10 നെഗറ്റീവ് 2ഉം ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഐ തിങ്ക് ദിസ് വൺ ഈസ് ഒരു -1 പ്ലസ് ഒരു -1 ബാലൻസ് കിടക്കും. സിഗ്മ ഇതിനിട്ടും കൊടുത്തു, സിഗ്മ ഇതിനിട്ടും കൊടുത്തപ്പം കിട്ടിയ ബാലൻസ് ആണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇയാൾക്കിട്ട് സിഗ്മ കൊടുക്കണം. 21 വരെ സിഗ്മ കൊടുക്കണം. മൈനസ് ഒമേഗ റൈസ്ഡ് ആറാണ്. മൈനസ് ഒമേഗ റൈസ്ഡ് ആറിനിട്ട്, അതായത് 1 മുതൽ 21 വരെ കൊടുത്താൽ മൈനസ് ഒമേഗ റൈസ്ഡ് 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇങ്ങനെയല്ലേ പോകുന്നത്. അതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. അപ്പം നമുക്ക് 3 ഇൻറ്റു എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ്ഡ് എൻ എ ഇൻറ്റു ഇവിടെ വരുമ്പോൾ ഇത്
3 പുറത്തെടുത്താൽ മൈനസ് ഒമേഗ റൈസ്ഡ് 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. മൈനസ് ഒമേഗ റൈസ്ഡ് 21 വരെ വരും. അപ്പോൾ അതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഈ ജോമെട്രിക് പ്രോഗ്രഷനെ നമുക്ക് എ ഇൻറ്റു മൈനസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ആർ റൈസ്ഡ് എൻ മൈനസ് ഒമേഗ റൈസ്ഡ് 21 ബൈ 1 മൈനസ് മൈനസ് ഒമേഗ ദാറ്റ് ഈസ് 1 പ്ലസ് ഒമേഗ എന്ന് വരും. ഇച്ചിരി ലെങ്തി ആകാം കേട്ടോ. 3 ഇൻറ്റു മൈനസ് 1 ബൈ ഒമേഗ ഇൻറ്റു 1 മൈനസ് 1 ബൈ മൈനസ് റൈസ്ഡ് 21 എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ്ഡ് എൻ ബൈ 1 മൈനസ് ആർ 1 പ്ലസ് 1 ബൈ ഒമേഗ വരും. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്തതെന്നൊന്ന് പറഞ്ഞ് ആൻസർ കിട്ടിയത് ഞാൻ കാണുന്നില്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 21 പ്ലസ് മൈനസ് 2 പ്ലസ് ഈ മൈനസ് ഒമേഗ റൈസ്ഡ് 21 എത്രയാ? മൈനസ് ഒമേഗ തന്നെ വരും. കാരണം ഇവിടെ ഒമേഗ ക്യൂബ് റൈസ്ഡ് 7 വരും. ഒമേഗ ക്യൂബ് 1 ആണ്. 1 റൈസ്ഡ് 7 മൈനസ് 1 ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് 3 ഇൻറ്റു ഇത് 1 മൈനസ് മൈനസ് 1 2 വരും ബൈ 1 പ്ലസ് ഒമേഗ വരുന്നുണ്ട്. 1 പ്ലസ് ഒമേഗ എന്ന് പറഞ്ഞാൽ മേളിലൊരു മൈനസ് ഒമേഗ ഉണ്ട്, താഴെ ഒരു 1 പ്ലസ് ഒമേഗ എന്താണ്? ഒമേഗ സ്ക്വയർ അല്ലേ, മൈനസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ 1 പ്ലസ് ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. 3 ഇൻറ്റു മൈനസ് 1 ബൈ ഒമേഗ ഇൻറ്റു ഇവിടെ നമ്മൾ മുമ്പത്തെ പോലെ ഒമേഗ ക്യൂബ് 1 അവിടെ മൈനസ് ഉണ്ട് റൈസ്ഡ് 7 1 പ്ലസ് 1 അത് 2 തന്നെ വരും ബൈ 1 പ്ലസ് ഒമേഗ ബൈ ഒമേഗ ഇങ്ങനെ വരും. ഈ ഒമേഗ ക്യാൻസൽ ചെയ്ത് പോകും. 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21 പ്ലസ് മൈനസ് 2 ഇൻറ്റു ഇവിടെ ഒരു ഒമേഗയും മൈനസും ക്യാൻസൽ ചെയ്ത് 6 വരും കേട്ടോ. 6 അവിടെ ഒരു 6 പുറത്തെടുത്താൽ ഓക്കെ ഞങ്ങളുടെ ആൻസർ ഇപ്പോൾ എനിക്ക് കാണാം കേട്ടോ. ശ്രീലത 13. ഓക്കെ ആൻസർ കാണുന്നുണ്ട്. 13 ആൻസർ കാണും. 6 ഇൻറ്റു 1 ബൈ ഒമേഗ മൈനസ് 1 ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സ്ക്വയർ വരും. താഴെ നമുക്ക് എൽ സി എം എടുത്താൽ 21 പ്ലസ് മൈനസ് 2 പ്ലസ് 6 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ മൈനസ് 1 ഒമേഗ ക്യൂബ് താഴെയും വരും. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് മൈനസ് 6 വരും. മൈനസ് 6 ഇൻറ്റു 2 അല്ല വരുന്നേ. ഓക്കെ അവിടെ ഒരു ടേമിൻ്റെ കുറവ് വന്നേ. മൈനസ് 6 ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ 1 ബൈ ഒമേഗ സ്ക്വയർ 1 ബൈ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ മൈനസ് 1. ഓക്കെ ദിസ് ഇസ് ഫിനിഷ്ഡ്. ഇച്ചിരി ലെങ്തി ആയിപ്പോയി. മൈനസ് 8 13 എങ്ങനെ? ഓക്കെ കാണാം എനിക്ക് കേട്ടോ. സ്നേഹ ആൻസർ ഇത് കണ്ടു, സിദ്ധാർത്ഥിൻ്റെ ആൻസർ കണ്ടു, ശ്രീലത പറഞ്ഞ തന്നെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയറാണ് കേട്ടോ. ഓക്കെ ഫൈൻ ഗുഡ്. ഇത്രയും നമുക്ക് ആൻസർ കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, അല്ല നമ്മുടെ സമയം പോവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പെട്ടെന്ന് ആർക്കെല്ലാം ആൻസർ കിട്ടിയ 2i by 1 minus I raised n minus 2. 2i by 1 minus I raised n minus 2 is a positive integer. The least positive integer n. n-ന് പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം ആൻഡ്
ഇതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കുകയും വേണം. ദാറ്റ് ഈസ് 2i റൈസ്ഡ് n ബൈ 1 മൈനസ് i റൈസ്ഡ് n മൈനസ് 2. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആകാൻ പറ്റുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ഓഫ് n. നോക്കിക്കേ, കിട്ടിയോന്ന് ഒന്ന് ചെറുതായിട്ട് മാറ്റി എഴുതിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ കിട്ടിയോ? മായാദേവി, ഐ കാണ്ട് സ്പീക്ക് ഇൻ ഹിന്ദി ആക്ച്വലി. കേട്ടോ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ഇൻ ഹിന്ദി. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ബട്ട് ഐ ക്യാൻ ഹിയർ യു ആൻഡ് I can follow that Hindi, but I cannot speak. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? നിങ്ങൾ ചെയ്തിട്ടുള്ളവരെ വേണം ഞാനിതൊന്ന് മാറ്റിയിട്ട് തരാം. 2i റൈസ്ഡ് n ആണ്, ഇവിടെ 1 മൈനസ് i റൈസ്ഡ് n ഉം താഴെ ഒരു 1 മൈനസ് i സ്ക്വയറും വരും. 1 മൈനസ് i സ്ക്വയർ ഇങ്ങനെ എഴുതാം, താഴെ കൊണ്ടത് അത് മേലെ വരും. ദാറ്റ് ഈസ് 2i റൈസ്ഡ് n 1 മൈനസ് i സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് i റൈസ്ഡ് n എന്ന് വേണം എഴുതാം. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞ് നമുക്ക് 2i, അതും 2i അല്ലേ, 2i റൈസ്ഡ് n ഇൻറ്റു 1 മൈനസ് i എന്ന് പറയുന്നത് മൈനസ് 2i ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് i റൈസ്ഡ് n. ഇത് സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട, വേണമെങ്കിൽ ഇതിനകത്ത് 1-2 വാല്യൂസ് അങ്ങ് ട്രയൽ ഇട്ട് കൊടുത്താൽ മതി. ഏതായാലും കുറച്ച് വാല്യൂസിനുള്ളിൽ അത് കിട്ടും. എന്നിന് 1 അല്ല 4 ഇട്ടാൽ കിട്ടുമെന്ന് നോക്കിക്കുക, കാരണം i റൈസ് 4 ഉള്ളതുകൊണ്ട് വരത്തില്ല, കാരണം ഇവിടെ ഒരു i ബാലൻസ് വരും. എനി ആൻസർ യു ഗോട്ട്? എനി സച്ച് ആൻസർ? ഏതെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്, 0ക്കും 9നും ഇടയ്ക്ക് കിടക്കുന്നതായിരിക്കും, ഒത്തിരി വലിയ ഇൻറ്റിജർ വാല്യൂ അല്ല. അല്ല പിന്നെ നമ്മളെല്ലാം 1 മൈനസ് i 1 പ്ലസ് i എന്നൊക്കെയുള്ള രീതിയിൽ മാറ്റണം. ഈ 2i എന്നുള്ളത് റൈസ്ഡ് പവർ മാറ്റി എഴുതണം. 1 പ്ലസ് i റൈസ്ഡ് n മൈനസ് 2 എന്നൊക്കെ നമ്മൾ മാറ്റി എഴുതി വെക്കണം. അത് വേണ്ട, നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. ഐ തിങ്ക് n ഈസ് ഈക്വൽ ടു 6 ആണ്. കിട്ടിയോ? n ഈസ് ഈക്വൽ ടു 6 കിട്ടിയോ? So anybody got that answer? n is equal to 6. n equal to 6 ഇട്ടാൽ എത്ര വരും? 2i റൈസ്ഡ് 6, 2 റൈസ്ഡ് 6 കുഴപ്പമില്ല, i റൈസ്ഡ് 6 മൈനസ് 2 ഉണ്ട്, ഒരു i ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 മൈനസ് i റൈസ് 6 1 മൈനസ് i സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഇട്ടാൽ മതി. ദാറ്റ് ഈസ് 2 റൈസ്ഡ് 6, i റൈസ്ഡ് 6 എന്ന് പറയുമ്പോൾ ബാക്കി i റൈസ്ഡ് 4 i സ്ക്വയറാണ് വരുന്നത്. i സ്ക്വയർ മൈനസ് 1 ആണ്, മൈനസ് 1ഉം മൈനസ് 2ഉം പിന്നെ ഒരു i ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 മൈനസ് i മൈനസ് 2i റൈസ്ഡ് എത്രയാണ് വരുന്നത്? 3 വരും. അത് ക്യാൻസൽ ചെയ്ത് പോകും. മൈനസും മൈനസും പ്ലസ് ആണ്, മേളിലൊരു i ഉണ്ട്, പിന്നെ ഒരു മൈനസ് i ക്യൂബ് ഉണ്ട്, i ക്യൂബ് മൈനസ് i ആണ്, എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഫോർ ദിസ് വൺ. സോ ഫോർ ദ വാല്യൂ ഓഫ് n ഇസ് ഈക്വൽ ടു 6. കിട്ടിയിരുന്നോ 6? ഒന്ന് റിഫ്രഷ് ചെയ്ത്. കാണത്തില്ല, പോട്ടെ, സാരമില്ല. സോ ഗോട്ട് ദ ആൻസർ? ഓക്കെ, ഫൈൻ. ആൻസർ 6 ആണ്. കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രീലത കണ്ട് ഞാൻ. ഓക്കെ, എനിക്ക് ഇത് വായിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഒരു ഇതുകൊണ്ടാണ് നിങ്ങളുടെ ആൻസർ ഞാൻ എല്ലാവരുടെയും പേരിപ്പോൾ കാണാത്തത്. സാരമില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. 1/62th പവർ, ചെറിയ പവർ ഒന്നും അല്ല നമ്മളോട് ചോദിച്ച്, 1/62th പവർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. നമ്മൾ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ഒമേഗ സ്ക്വയർ വരുന്ന നമ്മൾ ചെയ്തു, 1 + i 1 - i വരുന്നതിന് മുമ്പ് ചെയ്തു. പക്ഷേ ഇതൊന്നുമല്ല. x³ - 2x² + 2x - 1 = 0. The sum of the 1/62th power of the roots of the equation.
അപ്പോൾ ഇതൊരു ക്യൂബിക് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? ക്യൂബിക് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് 3 റൂട്ട്സുകൾ കാണണമല്ലോ. ആ 3 റൂട്ട്സുകൾ ആരൊക്കെയായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ ബാക്കി കാര്യത്തിന് എളുപ്പവും. എന്തായാലും ഈ പറയുന്ന വലിയ പവറൊക്കെ നമ്മളോട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഈ 160 അത് എന്തോ സ്റ്റാൻഡേർഡ് ആസ്പെക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ എക്സ് ക്യൂബ് മൈനസ് 2x² പ്ലസ് 2x മൈനസ് 1 = 0യുടെ ഒരു റൂട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ക്യൂബിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ട്രയൽ മെത്തേഡ് ഉണ്ടല്ലോ. അവിടെ കോഎഫിഷ്യൻസ് നോക്കിക്കേ, 1 - 2 2 - 1 സം ഓഫ് ദ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ ബാക്കി നിങ്ങൾ പറയണം. സം ഓഫ് ദ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ ബാക്കി നിങ്ങൾ പറയണം. സം ഓഫ് ദ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ ഒരു റൂട്ട് എക്സ് = 1 ആയിരിക്കും. ഒന്നും സംശയിക്കേണ്ട. എക്സ് = 1 ആണെങ്കിൽ എക്സ് മൈനസ് 1 ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടെ നിന്നൊരു എക്സ് പുറത്തെടുക്കുകയാണെങ്കിൽ ഒരു 2x - 1 ഇവിടെ എത്ര വരും? x³ x². നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് ഡിവൈഡ് ചെയ്താൽ x³ x² - x² + 2 ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമല്ലോ. ഇത് പറ്റണമല്ലോ. അതിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കും? x² - x + 1. അതെ, x² - x + 1 = 0. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. x - 1 ഒരു ഫാക്ടറാണ്, 1 ഒരു റൂട്ടാണ്. അപ്പോൾ x - 1 ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു റൂട്ട് 1 ആണ്. മറ്റേ x² - x + 1 നമ്മൾ പല പ്രാവശ്യമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റിന് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കിടക്കുന്ന ക്വസ്റ്റിനാണ് ഇത്. -ωസ്ക്വയർ ആണ്. ആർ ദ റൂട്ട്സ് ഓഫ് ദാറ്റ് ഇക്വേഷൻ. സോ വാട്ട് ആർ ദ റൂട്ട്സ്? 1 -ωസ്ക്വയർ. These are the roots of this equation, right? Now what we have to find? The sum of the 162th power. അപ്പോൾ ആർക്കെങ്കിലും ഒരെണ്ണത്തിന് 1 * 162 + -ω raised 162 + -ω² raised 162. What is your answer? 1 ആണ്. 162 അല്ലേ? 6 × 2 8 1 9. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ ഇത് 1 അല്ലേ വരുമല്ലോ. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് ആൻ ഈവൻ പവർ അല്ലേ? ഈവൻ പവർ ആവുമ്പോൾ മൈനസ് പോവും. അപ്പോൾ ω³ 1 + ω³ 1. ആൻസർ എത്ര വരും? 3. ഓക്കെ, ആൻസർ കണ്ടു. ജീവ സുബ്രഹ്മണി, you are from Tamil Nadu. Then can you follow Malayalam? ശ്രീലത, n = 6 മുമ്പത്തെ അല്ലേ പറഞ്ഞേ? x = 1 കഴിഞ്ഞ് ശ്രീലത പിള്ള പറഞ്ഞേക്കുന്ന ആൻസർ 3 ആണ്. ഓക്കെ, ഞാൻ കണ്ടു. ഓക്കെ, അതും നമ്മൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, let n denotes the number of solution of the equation z raised to 2 plus 3z bar is equal to 0 where z is a complex number. Then the value of sigma k equal to 0 to infinity 1 by n raised k. ഇപ്പോൾ n കിട്ടണം. അത് കഴിഞ്ഞൊരു പ്രോഗ്രഷൻ ആയിരിക്കുമല്ലോ. സിഗ്മ 1 by n raised k ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും വരുന്നത്. കാരണം ഇത് കണ്ടാൽ നമുക്കറിയാം. ദ നമ്പർ ഓഫ് സൊല്യൂഷൻ. ഞാൻ നമ്പർ ഓഫ് സൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നോക്കിക്കോ. ഒരു വർഷം വരുന്ന JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് എങ്ങനെ വന്നാലും ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് കാണും. സൊല്യൂഷൻ ഒരെണ്ണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോക്കസ്, പിന്നെ ഒമേഗ റിലേറ്റഡ്, ബേസ് റിലേറ്റഡ്, ഇതൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ z² + 3z bar is equal to 0 ആണ്. z² + 3z bar is equal to 0 സോൾവ് ചെയ്യണം. As similar to the previous question. Jiva Subramani, okay. n = 6 and okay. ഓക്കെ. ഏതിൻ്റെ കാര്യമാണ് പറഞ്ഞത്? n = ഇതിൻ്റെ പ്രീവിയസിൻ്റെ കാര്യമാണോ?
പ്രീവിയസിൻ്റെ കാര്യത്തിലായിരുന്നെങ്കിൽ 3 അല്ലേ വന്നത്, 6 അല്ലല്ലോ വന്ന, ആൻസർ 3 അല്ലേ വന്നേ. ആൻഡ് ഐ യൂസ്ഡ് ഓയിലസ് തിയറം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ എന്തൊക്കെ ചെയ്തോ, ഞാനൊരു മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ 6 ആണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ആൻസർ 3 ആയിരുന്നെന്ന് തോന്നുന്നു, ജീവ സുബ്രഹ്മണി. എനിവേ നമുക്ക് അടുത്ത നോക്കാം. നമുക്ക് ഇച്ചിരി സമയം കുറവുണ്ട്. നമുക്ക് എത്രയായി, ഇപ്പം 11:46 ആയി. നമുക്ക് 12 വരെയല്ലേ ഉള്ളൂ. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ്, ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇസഡ് സ്ക്വയർ എടുത്ത് ചെയ്തോ. ഞാൻ ഇസഡ് സ്ക്വയർ എടുത്തപ്പോൾ ഇസഡ് = x+iy എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. x+iy എടുത്തപ്പോൾ ഇസഡ് സ്ക്വയർ അല്ലേ, അപ്പോൾ x² - y² + i × 2xy ഉണ്ടാകും, പ്ലസ് 3 × z ബാർ ആകുമ്പോൾ x - iy ഉണ്ടാകും. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. നമ്മളിതിൻ്റെ ഈ കോംപ്ലക്സ് നമ്പർ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ നമ്മുടെ കയ്യിലിരിക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് x² - y² + 3x which is equal to 0 and 2xy minus y is equal to 0. ഇത് similar to one of our previous question ആയിരുന്നു. ആണ്. ഓക്കെ, n = 6 ആണോ മോളെ? ഒന്നുകൂടെ നോക്കിക്കേ ജീവ സുബ്രഹ്മണി. യു ചെക്ക് ഇറ്റ് വൺസ് മോർ ആൻഡ് n = 6 or not. You check it once more. 2xy minus y is equal to 0 നമുക്ക് സോൾവ് ചെയ്താൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ y is a common factor എടുത്താൽ y 2x - 1 is equal to 0. One of the similar question, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. y = 0 വരും, x = 1/2 വരും. When y = 0 we will get y = 0 ഇട്ടാൽ x² + 3x is equal to 0 വരും. അപ്പോൾ x × x + 3 which is equal to 0 വരും. x = 0 വരും, x = -3 വരും. So 0 0 is one solution, -3 0 is another solution with the help of that y is equal to 0. Is it? Jiva. And then when x is equal to 1/2, put 1/2 for this one, 1/4 plus 3/2 is equal to y². No need to simplify the remaining portion because you will get y square equal to this a positive value you will get. So for y we will get 2 values. അപ്പോൾ ഇതിന് 2 values, ഇപ്പം 1/4 plus 3/2 സോൾവ് ചെയ്താൽ എന്തായാലും 2 values കിട്ടും. ഇവിടെ വരുന്ന എത്ര 4 LCM 4 and 2 എടുത്താൽ 6 + 9 9/4 വരും. അപ്പോൾ ഐ തിങ്ക് ±3/2 അത് പോട്ടെ. നമ്മുടെ ആവശ്യം എന്തായിരുന്നു? 2 more roots we will get when x is equal to half ആകുമ്പോൾ ഒരു +3/2 മൈനസ് and x is equal to half ആകുമ്പോൾ 1 more value you will get. So how many values for n? ഒരു solution, 2 solution, 3 solution, 4 solution. Check there are 4 solution or not. There are 4 solution I got and sigma and what we have to calculate. K is equal to 0 to infinity. 1/4 power 1, 1/4 power 2, etc. 1/4 power infinite. A/1 minus r. You know the standard result for this one. It is a geometric progression whose common ratio is less than 1. So the answer is A/1 minus r. A 1/4 by 1 minus 1/4. 1/4 by 4 minus 1/4. 3/4. So the final answer is എത്രയാണ്? A/1 minus r. there ഒരു mistake. K equal to 0 to ഞാനിവിടെ 1 to ആണ് ഇട്ടേക്കുന്നത്. So I made a mistake there. K is equal to 0 to infinity. K equal to 0 to infinity the first term is 1. So this value is equal to 1/1 minus 1/4. 3/4 താഴെയല്ലേ വരുള്ളൂ. So the answer is what? 4/3. You check your answer. Is it 4/3 or not? 4/3 ആണോ കിട്ടിയത്?
ശ്രീലത 4 ആണോ കിട്ടിയേ? 2 ആണോ കിട്ടിയ? അല്ലല്ലോ, 2 അല്ലല്ലോ ശ്രീലത, കേട്ടോ. സിദ്ധാർത്ഥിൻ്റെ ആൻസർ കാണുന്നില്ലല്ലോ. സിദ്ധാർത്ഥ് പോയോ? സിദ്ധാർത്ഥൊക്കെ ആൻസർ 4/3 കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഞാൻ എടുത്ത പോർഷനുകളിലെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കണം. ലോക്കസിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇനി നിങ്ങൾ ചെയ്തിരിക്കണം. ഒമേഗയുടെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കണം. കോംപ്ലക്സ് നമ്പർ ഇക്വേഷൻ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് വരുന്ന ബേസിക് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതൊന്ന് നോക്കിക്കേ. ദ നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇസഡ് സച്ച് ദാറ്റ്, ഇതൊരു ജോമെട്രിയാണ്. z minus 1 is equal to z plus 1 is equal to z minus I. The number of complex numbers satisfying z minus 1, z plus 1 and z minus I. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണെന്നറിയാവോ? മോഡ് z എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. ഓക്കെ, 4/3 കിട്ടിയോ ശ്രീലത? ഞാൻ കണ്ടു കേട്ടോ, 4/3 കിട്ടി. ഇറ്റ്സ് ഫൈൻ, ഗുഡ്. ജീവ സുബ്രഹ്മണി, യു ഗോട്ട് ദാറ്റ് n is equal to 6 പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? യു ചേഞ്ച് ദാറ്റ് ആൻസർ n is equal to 6 to 4. Did you? ഓക്കെ, ദെൻ ഞാനിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു നമ്പർ ഓഫ് സച്ച് കോംപ്ലക്സ് നമ്പേഴ്സ്, number of such complex numbers satisfying the condition mod z minus 1 is equal to mod of z plus 1 is equal to mod of z minus I. ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്ന 3 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. 1 ഉണ്ട്, ഒരു -1 ഉണ്ട്, ഒരു I ഉണ്ട്. ഈ 3 കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന കോംപ്ലക്സ് നമ്പർ ആരാണ്? ഇറ്റ്സ് വെരി ഈസി ടു സേ. How many of you got the answer for this one? ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇത് നിങ്ങൾ you should do this one. നമ്മുടെ കൺസെപ്റ്റ് എന്താ? ഇസഡും 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും ഇസഡും -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും ഇസഡും ഐയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയി നിൽക്കുന്ന ഹൗ മെനി കോംപ്ലക്സ് നമ്പേഴ്സ് ഓർ ദ നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, എത്ര എണ്ണം ഉണ്ട്? ഈ ഫിഗറിനകത്ത് നിന്ന് പറഞ്ഞാൽ മതി. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്, ഇത് 1 യൂണിറ്റ് ആണ്, ഇത് 1 യൂണിറ്റ് ആണ്. ഇനിയും പറയത്തില്ലേ? ഇറ്റ്സ് വെരി ഈസി. അല്ലേ? ഐയും 1ഉം തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ പോകുന്ന കോംപ്ലക്സ് നമ്പർ അല്ല ഇവിടെ കിടക്കും, ഈ ലൈനിൽ കിടക്കും. ഐയും -1ഉം തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോംപ്ലക്സ് നമ്പർ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറെ കിടക്കും. ഇത് തമ്മിലുള്ള കോംപ്ലക്സ് നമ്പർ ഈ ലൈനെ കിടക്കും. ഇത് മൂന്നുകൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദറ്റ് കോംപ്ലക്സ് നമ്പർ? വാട്ട് ഈസ് ദറ്റ് കോംപ്ലക്സ് നമ്പർ? ഇസഡ് ഈക്വൽ ടു ആരായിരിക്കണം? 0 ആയിരിക്കണം. അല്ലേ? ഇത് അല്ലെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ ഇങ്ങനെ ഫോം ചെയ്താൽ നിൽക്കുന്നത്? റൈറ്റ് ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആക്കുന്ന സർക്കം സെൻറ്റർ അല്ലേ? സർക്കം സെൻറ്റർ ഈ സെറ്റ് 0 കിടക്കുള്ളൂ. ആൻസർ കിട്ടിയില്ലേ? ഒറ്റ കോംപ്ലക്സ് നമ്പർ കേട്ടോ. 0 എന്ന് കയറി ആൻസർ എഴുതരുത്. ഇതല്ല, ഒറ്റ കോംപ്ലക്സ് നമ്പർ. ദറ്റ് കോംപ്ലക്സ് നമ്പർ ഈസ് 0 ദാറ്റ് സെൻറ്റർ ഓഫ് ദാറ്റ്, ഐ മീൻ സർക്കം സെൻറ്റർ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ 24th. പെട്ടെന്ന് നോക്കിക്കോ. z equal to √3 plus I, then the argument ഇത് π/3 ആക്കിയോ കേട്ടോ. Then the argument of z square e raised z minus I is equal to, ഓക്കെ, ആർഗ്യുമെൻറ്റ്, നമ്മുടെ ആർഗ്യുമെൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് 5 മിനിറ്റ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് നോക്കിയേക്കാം കേട്ടോ. കിട്ടിയ ആൻസർ ഉണ്ടായിരുന്നോ എന്ന് നോക്കുക. ആർഗ്യുമെൻറ്റ് ഓഫ് z സ്ക്വയർ ഇൻറ്റു ഇ റേസ്ഡ് z മൈനസ് ഐ. z സ്ക്വയർ ആരാ വരുന്നത്? ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്തേക്കാം നമുക്ക്. ഇതിനെ സ്ക്വയർ ചെയ്താൽ √3 സ്ക്വയർ 3i സ്ക്വയർ -1. അപ്പം 2 + 2√3i വരും.
into e raised z minus I root 3 plus I minus I. ഇത് കട്ട് ചെയ്ത് പോയിട്ട് 2 plus 2 root 3 the whole into e raised root 3. e raised root 3 ഇതിൻ്റെ ആർഗ്യുമെൻറ്റിനെ അഫക്റ്റ് ചെയ്തില്ല, കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. 2 root 3 I ആണ്. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് ടാൻ ഇൻവേഴ്സ് അങ്ങ് എടുത്തോ, നേരെ കിട്ടുമല്ലോ. 2 root 3 divided by 2. 2 വെട്ടിപ്പോയിട്ട് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ദാറ്റ് ഈസ് വാട്ട്? പൈ ബൈ 3. ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ദ ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. കിട്ടിയോ കുട്ടികളെ? യു ഗോട്ട് ദ ആൻസർ? സ്നേഹ? ഓക്കെ. ബാസിത് and second one is answer. Okay Sneha, okay. Srilata, okay. Pi by 3 കിട്ടി, കണ്ടോ കേട്ടോ? That's good and fine. I didn't get the answer from Jeeva Subramani. മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു പറഞ്ഞാൽ 4 മാറ്റി വന്ന്. ശ്രീലത, സിദ്ധാർത്ഥൊക്കെ ഇല്ലേ ഇപ്പോൾ? Question number 25 സമയമില്ലാത്തതുകൊണ്ട് I am going to solve this one. And വീണ്ടും ഒരു question, that is the equation z cube plus z bar z cube plus z bar cube is equal to 350. അങ്ങനെ കേട്ടോ. z bar question ഇങ്ങനെ വായിക്കണേ. z bar z cube plus z bar cube is equal to 350. ഇങ്ങനെ വായിക്കണം. Z equal to x plus I by be a complex number where x and y are integers. Integers, not it. Integers. X and y are integers. Then the area of rectangle whose vertices are the roots of the equation. Integer roots വരുന്ന area of rectangle നമ്മളോട് ചോദിച്ചേക്കും. ഞാനൊരു z bar ഇതിനകത്ത് നിന്ന് പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? z സ്ക്വയർ പ്ലസ് z bar സ്ക്വയർ. എങ്ങനെയായിരിക്കുന്നത്? z ക്യൂബ്. അത്ത ക്വസ്റ്റിനകത്ത് z ക്യൂബ് z ബാർ പുറത്തെടുത്തു. ദാറ്റ് z സ്ക്വയർ പ്ലസ് z ബാർ സ്ക്വയർ. ശരിയാ? ഓക്കെ. z ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? മോഡ് z സ്ക്വയർ അല്ലേ? അപ്പോൾ ഇത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ വരും. z സ്ക്വയർ പ്ലസ് z ബാർ സ്ക്വയർ എത്ര വരും? 2xyയുടെ ടേം നെഗറ്റീവ് ഒരെണ്ണത്തിനകത്ത് വരും, ഒരെണ്ണത്തിനകത്ത് പോസിറ്റീവ് വരും. അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും. ശരിയാണോ? അല്ലേ? z സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2xy. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇസ് ഈക്വൽ ടു 350 വരും. കുട്ടികളെ നമുക്ക് 2 വെട്ടാം. That is x square plus y square into x square minus y square is equal to 175 വരും. 175 25 5 ഇൻറ്റു 5 ഇൻറ്റു 7 എന്നിടും അല്ലേ? 25 7. നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻറ്റിജേഴ്സ് കിട്ടാൻ ഇങ്ങനെ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ട്രയൽ വേ എന്ന് മാത്രം ഓർത്താൽ മതി. Now x square plus y square equal to 25 and x square minus y square equal to 7. Then what are the values of x and y? Can you say what are the values of x and y? x square plus y square equal to 25 എന്നാൽ നമുക്ക് 4 3 വരത്തില്ലേ? 4 3 സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? നോക്കിയേ, x square 16 minus 9 7 വരും. So 4 3 minus 4 minus 3 minus 4 3 and നമുക്ക് എടുക്കാമല്ലോ. 4 3 4 മൈനസ് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. minus 4 3 and the coordinates. These coordinates are the vertices of 4 complex numbers. ആരൊക്കെയാണ്? നമുക്ക് 4 3 വന്നാൽ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 25 വരും. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 25 വരും അല്ലേ? 3 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 7 വരില്ല. അപ്പം the complex numbers are
plus or minus 4 and plus or minus 3. Minus 4, minus 3. അപ്പോൾ ഇത് it's a rectangle like this. ഒരെണ്ണം 4, 3 ആണ്. ഒരെണ്ണം 4, minus 3 ആണ്. ഒരെണ്ണം minus 4, minus 3 ആണ്. ഒരെണ്ണം minus 4, 3 ആണ്. Then what is the, എന്താ question എന്താണ്? The area of the rectangle. Can you say the answer? Area of the rectangle. എത്ര വരും? 4, 4, 3 and 4. Okay, 6, 8, 48. ഇവിടെ 6 വരും, ഇവിടെ 8 വരും. So 6 into 8, 48 is the answer of this one. By solving that, എന്താണ് നമ്മൾ സോൾവ് ചെയ്തത്? നമ്മൾ സോൾവ് ചെയ്തത് ഏതായിരുന്നു? ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇൻറ്റിജർ വാല്യൂസ് ആണ് നമ്മളെടുത്തത്. ഒരു ട്രയൽ ബേയിലാണ് ഇൻറ്റിജർ, അല്ല അതിന് ഇൻഫിനിറ്റ് സൊല്യൂഷനിലേക്ക് പോകും. ഒരു ട്രയൽ ബേയിൽ നമ്മളത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻറ്റിജർ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് 4 ആൻഡ് പ്ലസ് ഓർ മൈനസ് 3 ആണ്. സോ ദീസ് ആർ ദ 4, 3, minus 4, 3 and 4 minus 3 and 4. These are the integers answer for this one. So this form a rectangle whose length and breadth are 8 and 6, and so the answer for that one is 6 into 8, 48. നമുക്ക് സമയം കറക്റ്റ് കഴിഞ്ഞു. So I'm going to stop. ഇത്ര നേരം നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. ആൻഡ് ഇതൊരു അവസരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടാവുന്ന മാക്സിമം കൺസെപ്റ്റ് ഹോൾഡ് ചെയ്ത് യു ട്രൈ ടു സോൾവ് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് വൺ. ഞാനൊരു ടിപ്പിക്കൽ ഏരിയ, കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഏരിയ ആണ് ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യന് വേണ്ടി എടുത്തത്. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു.